കാന്തപുരത്തിന്റെ മകൻ അദ്ദേഹം പറയണ്ടേ, ഞാൻ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു. എന്തിന്? നോളജ് സിറ്റി പ്രതിസന്ധിക്ക് വിധേയമായപ്പോ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അൽ ഖൗലു സദീദ് ഫീ റദ്ദി തൗഹീദ് എന്ന പുസ്തകം എഴുതിയപ്പോ പറഞ്ഞെന്തറിയോ? അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറയാറില്ല. ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുമില്ല. ഒരു മുസ്ലിമും അങ്ങനെ പറയില്ല. അപ്പൊ കാന്തപുരത്തിന്റെ മുസ്ലിമല്ലേ? റഷീദുദ്ദീൻ മുസ്ലിയാരാ പറയുന്നത്. പക്ഷേ നമുക്കിപ്പോ എന്താ ധൈര്യ? എന്ത് ശിർക്കിന്റെ വാചകം പറഞ്ഞാലും ഒരു മനസാക്ഷിക്കുത്തും പുരോഹിതന്മാർക്കില്ല. ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആരും പറയാറില്ലെന്നാണ് പറയുന്നത്. അല്ലായിരുന്നു 10 വർഷങ്ങൾക്കപ്പുറത്ത് അങ്ങനെ ആരും പറയാറില്ല. പക്ഷെ ഇപ്പൊ അത് പറഞ്ഞു തുടങ്ങുന്നു. എന്താ കാരണം? എന്തും പറയാം, എന്തും പ്രവർത്തിക്കാം. ഒരു ഭയപ്പാടും നാഥനെ കുറിച്ചില്ല, പടച്ചോനെ കുറിച്ചില്ല. ഞാൻ വെറുതെ പറയുന്നല്ല. ഇപ്പൊ ഞാനൊരു ലളിതമായ ഉദാഹരണം പറയാം. ഒരു കല്യാണ വീട്ടിൽ തിരുദൂതരുടെ ആഗമനമുണ്ടായി. ഒരു കല്യാണ വീട്ടിലേക്ക് പ്രവാചക തിരുമേനി വരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ കണ്ടപ്പോ അവര് ജാഹിലിയ്യത്തിൽ ജീവിച്ചവരാൻ, നെല്ലും പതിരൊന്നും എല്ലാവർക്കും വേർതിരിഞ്ഞിട്ടില്ല. അവിടേക്ക് റസൂൽ വരുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാടുന്ന എന്താ? അഫീന നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. നാളെയുടെ കാര്യം അറിയുന്ന ഒരാൾ. ശരിക്കും നിങ്ങൾ ചിന്തിക്ക്, അല്ലാഹുവിന്റെ റസൂൽ അത് തിരുത്തിയോ തിരുത്തിയില്ലേ? ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ? നല്ല കാര്യം മക്കളെ, അങ്ങനെ തന്നെയാണ് ഞാൻ. നാളെയുടെ കാര്യം അറിയുന്ന ആളാണ്, എനിക്കും അറിയാൻ പറ്റും. എന്നെ അല്ലാഹ് അറിയിക്കുന്നതാണ്, പക്ഷെ ഞാൻ എല്ലാം അറിയും എന്ന് ജിബ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ പോലെ റസൂൽ പറഞ്ഞോ? എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് നബി അത് പാടരുതെന്ന് പറഞ്ഞു? അത് നമുക്ക് ചിന്തിച്ചൂടെ? നമ്മുടെ നബി വഹാബിയാണോ സുന്നിയാണോ? നിങ്ങൾ ചിന്തിക്കുക. സമസ്തയാണോ? അങ്ങനെയാണെങ്കിൽ നബി എന്താ വേണ്ടത്? പാടിക്കോളൂ മക്കളെ എന്നല്ലേ പറയേണ്ടത്. മുത്തുദൂതർ പറയുന്നത് ഇനി മേലിൽ അങ്ങനെ പാടരുത് എന്നാണ്. നാളെയുടെ കാര്യം എനിക്ക് അറിയില്ല എന്നാണ്. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഹൈറാത്തുകൾ എമ്പാടും ഞാൻ വർദ്ധിപ്പിക്കുമായിരുന്നു എന്നാണ്. സൂറത്ത് ആറാഫ് പരിശോധിച്ചോ, 86, 87 വചനം പരിശോധിച്ചോ. അതിൽ പറയുന്നത് എനിക്കത് അറിയുമായിരുന്നെങ്കിൽ ഒരുപാട് ഹൈറാത്തുകൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാക്കാമായിരുന്നു. എന്റെ ഭാവി എനിക്കറിയുമായിരുന്നെങ്കിൽ. നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കാന്തപുരത്തിനെ കുറിച്ച് പകരാക്സനി പറഞ്ഞു. എന്ത് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി കാന്തപുര ഉസ്താദിനോട് ചോദിച്ചിട്ടല്ലാതെ ഒന്നും ചെയ്യൂന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഈ നിമിഷം വരെ ആ വാചകം തിരുത്തിയോ? എന്താ തിരുത്താത്ത? കാന്തപുരം സ്വയം വിചാരിക്കുന്നുണ്ട് ഞാനൊരു റബ്ബാണ്. നിങ്ങൾ വിചാരിക്കുന്ന മതിയൊന്നല്ല, ഞാനൊരു റബ്ബാണെന്ന് സ്വയം വിചാരിക്കുന്ന ഒരാളാണ് അയാൾ. എല്ലാ സമയവും അഹങ്കാരം ഉണ്ടാവില്ല എന്ന് മാത്രം. അല്ലെങ്കിൽ ഈമാനുള്ള ഒരാള് ഏത് നിമിഷവും മരിച്ചു പോകുമെന്നറിയുന്ന ഒരാള് അത് തിരുത്താതിരിക്കുമോ? പകരാക്സനോട് പറയില്ല ആജാദി തോന്നിയാസവും കുഫറും എന്റെ പേരിൽ അയാൾ പറയില്ല. നിങ്ങൾ ഇനി അയാളെ ഇരുത്തിയിട്ട് ലോകത്തിന് റബ്ബുണ്ടെങ്കിൽ അത് കാന്തപുരാന്ന് പറഞ്ഞു നോക്കി, തല താത്തിയാൽ കുത്തിരിക്കും, മിണ്ടില്ല. ഞാനിത് വെറുതെ പറയണല്ല, നിങ്ങളൊക്കെ കേൾക്കണമല്ലോ. ഞാൻ പറയാൻ നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാം. നേരെ മറിച്ച് നബി അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു താൻ പോരിമ പറഞ്ഞ് പെരുപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല നബിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വന്നാൽ സിറ്റ് ഡൗൺ, ഇരിക്കും, വെറുതെ എഴുന്നേറ്റ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ലാ തുത്റൂനി കമാ തുറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. മറിയമിന്റെ മകൻ ഈസയെ ക്രിസ്ത്യാനികൾ ആദരിച്ച പോലെ. എന്താണ് അവിടെ ആദരിച്ച പോലെ? അവർ ആദരിക്കല്ലേ ഇത്? ആദരവിന്റെ മറവിൽ ആരാധിക്കുകയാണ് ചെയ്ത്. സമസ്തക്കാരെന്താ പറയല്ലേ? ഞങ്ങൾ ആദരിക്കുകയാണ് ഔലിയാക്കളെ, ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ആദരിക്കുകയാണ്. ഇതിനെ ക്രിസ്ത്യാനികൾ പറഞ്ഞു. റസൂൽ പറയാണ് ഓല ആദരവിന്റെ മറവിൽ കരിഞ്ചന്ത നടത്തി ഈസാ നബി ആരാധിച്ചു. എന്റെ കാര്യത്തിൽ നിങ്ങൾക്കത് വരരുത്. ഉണ്ടോ? മുളയിൽ നുള്ളാണ് എല്ലാം. ഈ നബിയാണ് നമ്മൾ പഠിക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ കണ്ടപ്പോൾ ഒരു സ്ത്രീ വിറച്ചു. നബി പറഞ്ഞു, നീ എന്തിനാ വിറയ്ക്കുന്നത്? ആമിന ബീവിയുടെ ഉണക്ക റൊട്ടി തിന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ. ഒരു അബ്ദുല്ലാഹ്, അള്ളാന്റെ അടിമയാ. അള്ളാന്റെ അടിമ നബിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഞാൻ അള്ളാന്റെ അടിമയാണെന്ന് പറയാൻ. റസൂലുഹു റസൂലാണ് എന്ന്. അതുകൊണ്ടല്ലേ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി അബ്ദ് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി 17 അധ്യായം 1, 18 അധ്യായം 1. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ അലാ അബ്ദിനാ അലാ അബ്ദിനാ. കാലിൽ നീര് കെട്ടുമാറ് നിസ്കരിച്ചപ്പോ എന്തിനങ്ങനെ? നന്ദിയുള്ള അടിമയാകാൻ. അടിമ അത് പറയാനാണ് നബിക്ക് ഇഷ്ടം. നമ്മളോ കേരള യാത്രയിൽ എന്തൊക്കെയാണ് ഉസ്താദിനെ ഇരുത്തി
ഇടത്തും വലത്തും നിന്ന് പൊക്കി അടിക്കുകയാണ്. ആകാശത്തോളം, ചിലപ്പോൾ റബ്ബിനേക്കാൾ മേലെ. കേട്ടങ്ങനെ ഇരിക്കുക, അതേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് മുത്തുനബി പറയുന്നെന്താ? അമിതമായി വാഴ്ത്തുന്നവനെ, പുകയത്തുന്നവനെ അവന്റെ വായിലേക്ക് മണ്ണ് വാരി എറിയാൻ. എറിയോ കാന്തപുരം? എറിയില്ലാന്ന് മാത്രമല്ല, ചിലപ്പോ പറയും 1 ലക്ഷം രൂപ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞാലേ. മനസ്സിലായി? ഞാൻ വെറുതെ പറയില്ല. എന്തെങ്കിലും ഒന്ന് തിരിച്ചിയോ? പൊക്കി അടിക്കുമെന്ന് നമുക്ക് ഇഷ്ടപ്പെടുവോ? നിങ്ങൾ ഇന്നെ ഇരുത്തിയിട്ട് കുറെ പൊക്കി അടിക്കുക, ഞാനേ കേട്ട് ഇങ്ങനെ ഇളിച്ചു നിൽക്കുക. അതിന്റെ അർത്ഥം എന്താ? എനിക്ക് ഈമാനില്ല. എന്ത് കെട്ടും മട്ടുണ്ടായിട്ട് കാര്യമല്ല, എത്ര വെളുത്ത നാടിണ്ടായിട്ടും കാര്യമല്ല, എത്ര വെള്ളം തൊപ്പിണ്ടായിട്ടും കാര്യമല്ല. സ്വന്തം സ്റ്റേജിലിരുത്തി പടച്ചോനേക്കാൾ പൊക്കി അടിക്കുമ്പോ ഇല്ലാത്ത യോഗ്യത 1000 നമുക്ക് ഒന്ന് മനസ്സിലാക്കി അറിയും. ആ പ്രസംഗിക്കുന്നവനെന്തോ ആനുകൂല്യം കിട്ടാണ്ട് അടുത്ത ചാൻസിൽ, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പറയും, നിങ്ങൾ പറയും എന്തിനാ അതൊക്കെ പറയണേ? അറിയണം, നമ്മൾ അറിയണം നബി ആരാണെന്ന് അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പൊങ്ങച്ചം പറഞ്ഞ് നബിക്ക് ഇഷ്ടമേ ഇല്ല. അല്ലാഹു റസൂൽ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞ ഒരാള്, അല്ലാഹു റസൂൽ ഉദ്ദേശിച്ചാൽ, അപ്പൊ റസൂൽ ചോദിക്കാൻ നീ എന്നെ അള്ളാഹുവിന് സമനം ഉണ്ടാക്കുകയോ? അതാണ്, ആ സ്പോട്ടിലാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ചു. ഈ മകൻ മരിച്ചപ്പോ സൂര്യഗ്രഹണം ഉണ്ടായി. ആളുകൾ പറഞ്ഞു നബീന്റെ മോൻ മരിച്ചോണ്ടാണ്. അങ്ങനെയാണോ വീണത് വിദ്യയാക്കുന്ന പരിപാടി നമുക്ക്. ഒട്ടുമിക്ക ആളുകൾ എങ്ങനെയാണ്? ഇത് എപ്പോഴെങ്കിലും ഒരു തേങ്ങട്ടപ്പ് മൊയിലിനെ കിട്ടിയായിരുന്നപ്പോ അത് അത്ഭുതമാക്കുന്ന ആളുകളുണ്ടല്ലോ. നബിയുടെ മകൻ മരിച്ചത് കൊണ്ടാണ് സൂര്യഗ്രഹണം ഉണ്ടായത്. ഈ നബിയെ നമ്മൾ പഠിക്കണം. എല്ലാ ആത്മീയ കച്ചവടക്കാരും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പഠിക്കണം. ഒരു മിമ്പറിൽ കയറി, ഒന്നൊരു കല്യാണ വീട്ടിലാണ്, ഒന്നൊരു മരണ വീട്ടിലാണ്. മരണ വീടെന്നോ കല്യാണ വീടെന്നോ ഇല്ല, തെറ്റ് തിരുത്തുന്നതിന്. അതിന്റെ മാതൃകയാണ് മുത്തുനബി. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഏറ്റവും ഉത്തമമായ മാതൃക. നബി ഓടി മിമ്പറിൽ കയറി, യാ അയ്യുഹന്നാസ് ഇന്ന ശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ലാഹ്. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ട 2 ദൃഷ്ടാന്തങ്ങളാണ്. ഒരാൾ മരിച്ചതുകൊണ്ടോ ഒരാൾ ജനിച്ചതുകൊണ്ടോ ഗ്രഹണം ബാധിക്കുകയില്ല. ആ നുണ വിറ്റ് കായുണ്ടാക്കാന്ന് നിങ്ങളാരും വിചാരിക്കും വേണ്ട. അതാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഴ്ത്തപ്പെടട്ടെ. വറഫഅനാ ലക ദിക്റക. നബിയുടെ കീർത്തി ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വ്യക്തി ഇന്ന് ഏത് സോഷ്യൽ മീഡിയ പറഞ്ഞോ, അനുകൂലായിക്കോട്ടെ പ്രതികൂലായിക്കോട്ടെ, നബിയെ പറ്റിയേ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമുക്ക് ശരിക്ക് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയമായി വന്ന നാട്ടിൽ, ആ നാട്ടുകാർക്ക് ചില വാദമുഖങ്ങൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന നാട്ടിലെ ആളുകൾ അല്ലാഹുവിനെ അറിഞ്ഞവരാണ്, പക്ഷെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടില്ല. ഒരു തെളിവ് സൂറത്ത് അൻആം 90 മുതൽ 103 ഒക്കെ നോക്കിയാൽ കാണാം. 93 കാണാം. എന്താണ്? വമാ ഖദറുല്ലാഹ ഹഖ ഖദരി. അല്ലാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല. അല്ലാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല. അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ല എന്നല്ല, അല്ലാഹുവിനെ കണക്കാക്കേണ്ട വിധത്തിൽ കണക്കാക്കിയിട്ടില്ല. അവർക്ക് എല്ലാവരും വിശ്വാസം ഉണ്ടോ? അതുകൊണ്ടാണല്ലോ നബീന്റെ വാപ്പാക്ക് അബ്ദുള്ളാന്ന് പേരിട്ട്. സാധാരണക്കാരെ ചിന്തിക്ക്, സാധാരണക്കാരെ നബിയുടെ വാപ്പാന്റെ വാപ്പയായിരിക്കുമല്ലോ പേരിട്ട് അബ്ദുള്ള, അള്ളാന്റെ അടിമ. ആ പേരിൽ തന്നെയല്ലേ ഇവിടെ പല്ലു അറിയുന്നത്. നബിയുടെ വാപ്പാന്റെ പേര് തന്നെയല്ലേ നമ്മുടെ പലർക്കുള്ളത്. എന്റെ മോന്റെ പേര് അബ്ദുള്ള എന്നാ. എന്റെ മോന്റെ പേരും നബിയുടെ വാപ്പാന്റെ പേരും ഒരേ അർത്ഥ, ഒരേ റബ്ബിന്റെ അടിമകളാ. അപ്പൊ അവർ അബ്ദുള്ളാന്ന് പേരിട്ട് അള്ളാഹ് വിശ്വാസം ഉണ്ടാണ്. പിന്നെ എന്താ അവരുടെ വാദം? അള്ളാഹ് പരമകാരുണികനാണെന്നൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. അള്ളാഹ് അളവറ്റ ദയാലുവാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല ഞങ്ങൾ ഒരുപാട് പാപം ചെയ്തവരാ, അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നേരിട്ടടി ചെല്ലാൻ പറ്റൂല. ഇതായിരുന്നു അവരുടെ വാദം. സത്യം പറഞ്ഞാൽ ഇന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് അത് ശുദ്ധത, ആ ശുദ്ധത പോലും ഇസ്ലാമിന് സ്വീകാര്യമില്ലട്ടോ. എങ്കിൽ ഇന്നത്തെ കൗമിന്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിക്കണം. അവര് കഅബ തവാഫ് ചെയ്തിരുന്നത് നഗ്നരായിട്ടാ. ചോദിച്ചവരെന്താ പറയാറിയോ? വ്യഭിചരിച്ചപ്പെട്ട കുപ്പായോട്ടിട്ടല്ലോ കഅബ തവാഫ് ചെയ്യേണ്ടത്. കള്ളുടിക്കുമ്പോ കൊലപാതകം നടത്തപ്പെട്ട കുപ്പായല്ലല്ലോ ഉണ്ടത്. അപ്പൊ അല്ലാഹ് ആ പാപമംഗലമായ വസ്ത്രം പോലും ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസം ഉണ്ട് എന്നാണോ? അല്ലാന്നാണോ? ഉണ്ട്, അവർക്കുണ്ടായിരുന്നു. അത് പറയുന്ന എന്താ അവരുടെ വാദം? ഒരു ലാത്തയെ വിളിച്ചിരുന്നു, ഉസ്സയെ വിളിച്ചിരുന്നു, വദ്ദിനെ വിളിച്ചു ദുആ ചെയ്തിരുന്നു. എന്തായിരുന്നു വാദം? ആ വാദം എന്താന്ന് പറഞ്ഞാലല്ലേ നമുക്ക് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുള്ളൂ. എന്തായിരുന്നു? വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലുന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. ഈ പോയിന്റ് മറക്കരുത്. 10ാം അധ്യായം സൂറത്ത് യൂനസ്
18-ാമത്തെ വചനം, അവർ അല്ലാഹുവിന് പുറമെ തങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവരെ ആരാധിച്ചു. എന്നിട്ടോ ഇവരാണ് അല്ലാഹുവിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ ശുപാർശകർ. എന്ത് അല്ലാഹ് പറയുന്നത്? അള്ളാന്റെ അടുത്ത് ഇവർ ഞങ്ങളുടെ ശുപാർശകരാണ്. അല്ലല്ല, അള്ളാന്റെ അടുത്ത് ശുപാർശകരായിട്ടാണ് ഇവരെ ഞങ്ങൾ സ്വീകരിക്കും. മക്കളെ, APEK സുന്നികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തായിരുന്നു അബൂജഹൽ പറഞ്ഞത്? അള്ളാഹുവിന്റെ അടുത്ത് ഇവർ ഞങ്ങളുടെ ശുപാർശകരാണ്. ഇവർ അള്ളയാണ് ആണോ? ഇവർ, ഈ മഹാന്മാർ, ഇവർ അള്ളാന്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശകരാണ്. അള്ളാന്റെ അടുത്ത് ഇബ്നു ഖയ്യിം അല്ല പറയുന്നത്, മുജാഹിദ് ബാദ്ശാരി അല്ല പറയുന്നത്. പിന്നെ ആരാ പറയുന്നത്? അല്ല പറയാണ്. അള്ളാഹുവിന്റെ ഖുർആനിലാണ് ഇതുള്ളത്. അവരെന്താ പറയുന്നത്? അവർ പറയുന്നത് അള്ളാന്റെ അടുത്ത് ഇവർ ഞങ്ങളുടെ ശുപാർശക്കാരാണ്. ആര്? നബി വരുന്ന കാലത്ത് വദ്, സുവാഅ്, യഗൂസ്, യഹൂക്ക്, നസ്ർ, ലാത്ത, ഉസ്സ, മനാത്ത, ഇസ്മായിൽ നബി, ഇബ്രാഹിം നബി, അതുപോലെ മറിയം ബീവി, ഈസാ, ഉസൈർ, ഇവരൊക്കെ വിളിച്ചിരുന്ന ഖൗം എന്താ പറയുന്നത്? ഇവരൊക്കെ അള്ളാന്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശകരാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ ആലോചിക്കുക. ഇനി ഇന്ന് നമ്മുടെ മുസ്ലിങ്ങൾ എന്താ പറയുന്നത്? ഈ മഹാന്മാരൊക്കെ അള്ളാന്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശകരാണ്. എന്നിട്ടുള്ള പേര് എണ്ണി പറയും. ഞാൻ ചോദിക്കുന്നത്, മക്കയിലെ നബി വരുന്ന പ്രബോധിത സമൂഹത്തിന്റെ ഈ വിശ്വാസത്തെ നബി അംഗീകരിച്ചോ? അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ആ ആയത്ത് പറയുന്നത് എന്താണ്? ആയത്ത് പറയുന്നത് ഈ ആളുകൾ, അതായത് ആകാശത്തിലും ഭൂമിയിലും അള്ളാഹുവിനറിയാത്ത കാര്യമോ നിങ്ങൾ അവനെ അറിയിക്കുന്നത്? അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്ര പരിശുദ്ധൻ. അപ്പൊ എന്താണ്? ഇവർ ഞങ്ങളുടെ ശുപാർശകരാണ് എന്ന് വാദിച്ചുകൊണ്ട് ഇവരോട് ദുആ ചെയ്തതിനെ ശിർക്കായിട്ടാണ് അവർ പരിചയപ്പെടുത്തിയത്. അതെങ്ങനെ ഉസ്താദുമാരെ തൗഹീദാവും? അതെങ്ങനെ? നോക്കൂ നിങ്ങൾ, അമ്മ സുബ്ഹാനഹു വ തആല അമ്മ യുശ്രികൂൻ. അള്ളാഹുവിനെ ഒരു പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹ് പരിശുദ്ധൻ. അപ്പൊ എന്താ അവിടെ പങ്കു ചേർക്കല്? ഈ മഹാന്മാര് ഞങ്ങളുടെ അടുത്ത് അള്ളാഹിന്റെ അടുത്ത് ശുപാർശകരാണ് എന്ന അവരുടെ വിശ്വാസം, അവരുടെ ഇഅ്തിഖാദ്, അവരുടെ ഈമാൻ. ആ ഈമാൻ എന്താണ്? ശിർക്കിന്റെ ഈമാനാണ്. ആ ഈമാൻ പരലോകത്ത് പരിഗണിക്കപ്പെടില്ല. വ്യക്തം, വളരെ വ്യക്തം. സഹോദരങ്ങളെ, ഞാൻ എപ്പോഴും വിചാരിക്കും, ഓരോരുത്തർ മരിച്ചു വരുമ്പോ എന്തായിരിക്കും അവരുടെ ഖബറിലെ അവസ്ഥ? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഉറക്കം വരാറുണ്ടോ? നിങ്ങൾ ചിന്തിക്ക്. ഈ മനുഷ്യന്മാർ ശിർക്കിലായിക്കൊണ്ട് മരിച്ചാൽ, മരിക്കുമ്പോൾ പോലും സിഎം എന്ന് പറഞ്ഞ് മരിച്ച കഥയാണ് പറയുന്നത്. സിഎം ജനിക്കുന്നതിന് മുമ്പ് അങ്ങനെ വേറൊരാളെ വിളിച്ച് മരിച്ചൊരു കഥ ഉണ്ടോ ലോകത്ത്? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. പകരക്കാരൻ അയാൾ പ്രസംഗിച്ച അന്ന് മുതൽ ഈ നിമിഷം വരെ കുഫറിലാണ്. ഒരു മൈക്രോ സെക്കൻഡിൽ പോലും അയാൾ ഈമാനിൽ വന്നിട്ടില്ല. ഞാൻ ഉറച്ചു എന്ത് പുറത്താക്കിയാലും നിങ്ങൾ ജീവിതത്തിന്റെ ഒരു മൈക്രോ സെക്കൻഡിലും ഈമാനിലേക്ക് വന്ന ഒരു മൈക്രോ സെക്കൻഡ് ഈമാനില്ലാതെ പോയ ആളുകളാണ് പകര മുഹമ്മദ് ഹസനിയൊക്കെ. നാളെയൊക്കെ ഈമാൻ ഉണ്ടാകുമോ നമുക്കറിയില്ല. ഇന്ന് വരെയല്ല. എന്താ അത്ര ഉറപ്പ്? അത്ര ഉറപ്പാ. ജീവിതത്തിന്റെ ഒരു മൈക്രോ സെക്കൻഡിലും റബ്ബിന്റെ വഹദാനിയത്ത് അംഗീകരിക്കാത്ത സൃഷ്ടികളെ, സൃഷ്ടാവിനേക്കാൾ മഹത്വവൽ ഒരാൾക്ക് അള്ള നാവ് കൊടുത്തിട്ട് പടച്ചോനെ പറ്റി പറയാൻ 1 മിനിറ്റ് സമയം എടുക്കാത്ത ഒരുത്തൻ നന്ദി കെട്ടവനല്ലേ? നിങ്ങൾ ആലോചിച്ചു, ജീവിതത്തിൽ നന്ദി കെട്ടവനല്ലേ? റബ്ബിന്റെ വായു ശ്വസിച്ചിട്ട്, റബ്ബ് 2 ചുണ്ടുകൾക്കിടയിൽ നാവ് കൊടുത്തിട്ട് ആ നാവ് കൊണ്ട് മൊയ്തീൻ ശേഖനെ പടച്ചോനാക്കല്ലാതെ പടച്ചോനെ പറ്റി നിങ്ങളുടെ ഏതെങ്കിലും ഒരു നബി മുഹമ്മദ് നബിക്ക് മുമ്പാണ് എല്ലാ നബിമാരും വന്നത്. ശരിക്കും 23 കൊല്ലം പറഞ്ഞാൽ തീരോ? പൂർവ്വകാല പ്രവാചകന്മാരുടെ മാത്രം. എന്നിട്ട് എന്തേ നബി അവരാരെ പറ്റിയും ഇങ്ങനെ ഇന്ന് ഈ ഔലിയാക്കളെ പറ്റി പറയുന്ന വർത്താനം ഒന്നും ഒരു നബിമാരെ പറ്റി മുഹമ്മദ് നബി പറഞ്ഞടക്കാതിരുന്നത്? എന്റെ മുമ്പ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാരും അള്ളാഹുവിലേക്കാണ് ജനങ്ങളെ ക്ഷണിച്ചത്. അവിടെയിരുന്നവരുടെ ഫോക്കസ് അതാ. അള്ളാഹുവിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. കേരള യാത്രയിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ വെച്ച് പേരോടിന് പറയാൻ പറ്റിയോ? ഖലീൽ തങ്ങൾക്ക് പറയാൻ പറ്റിയോ? കാന്തപുരത്തിന് പറയാൻ പറ്റിയോ? മനുഷ്യരെ, ഞങ്ങൾ നിങ്ങൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു. മൂസ, ഞാൻ എല്ലാരും എല്ലാ ചിന്തക്കാരല്ലേ, എനിക്കറിയാം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. മൂസാ നബിയോട് ഫിറോൻ ചോദിക്കണ്ടേ, നമുക്ക് എവിടെ വെച്ചിട്ടാ മത്സരിക്കുന്നത്? നീ ദൈവത്തിന്റെ പ്രവാചകനാണോ, കള്ളനാണോ, വ്യാജനാണോ, സാഹിറാണോ എന്നറിയാൻ എവിടെ വെച്ചിട്ടാ നമ്മൾ മത്സരിക്കുന്നത്? തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വന്നൊരു നബി പറയാണ്, ഉത്സവം നടക്കുന്ന ദിവസം. എന്തിനാ അത്? ഉത്സവം നടക്കുന്നിടത്ത് ആൾക്കൂട്ടം ഉണ്ടാവും. ആൾക്കൂട്ടം ഏറ്റവും കൂടുതൽ കൂടുന്ന ഉത്സവ സ്ഥലത്താ. അത് നിങ്ങൾ ഹിന്ദുക്കളുടെ എടുത്തോ, ക്രിസ്ത്യാനികളുടെ എടുത്തോ, പട്ടാമ്പി നിറച്ചെടുത്തോ, ഈ BP അങ്ങാടി നിറച്ചെടുത്തോ, കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ എന്താ ഏറ്റവും കൂടുതൽ ആളുകൾ?
ആ അന്ധവിശ്വാസം വെക്കുന്ന സ്ഥലം, മോരും മുദ്രയും വെക്കുന്ന സ്ഥലം, ആർക്കും ആരെയും തോണ്ടിയും പിടിക്കുകയും കാണുകയും ഒരു മറയില്ലാത്ത സ്ഥലം അത്. അതുകൊണ്ട് അവിടെ എല്ലാവരും ഉണ്ടാവും. ക്ഷമിക്കണം, വളച്ചേറ്റി പറയാൻ അറിഞ്ഞൂടാ, അത് അറിഞ്ഞൂടായിട്ടാ അങ്ങനെ കരുതിയാൽ മതി. ആ കാര്യം അറിഞ്ഞൂടാത്തൊരു മനുഷ്യനാണെന്ന് എന്നിട്ട് വിചാരിച്ചാൽ മതി. മനസ്സിലായില്ലേ? അതുകൊണ്ട് മൂസാ നബി പറയണേ 4 ആള് കൂടുന്ന ഉത്സവച്ചന്തയിലെയും ഞാൻ ചോദിക്കുന്നത്, ആയിരക്കണക്കിന് ആളുകൾ കാന്തപുരത്തിന്റെ യാത്രയിലില്ലേ? സ്വന്തം അനുയായികളാണ്, ദർസിലെ ആളുകളാണ്, പൊതുജനങ്ങളില്ല എന്നുള്ളതാണ് പച്ച സത്യം. പക്ഷെ ആളുകൾക്ക് അതറിയില്ല, രാഷ്ട്രീയക്കാർക്കൊന്നും അതറിയില്ലല്ലോ. ഇയാൾ നടത്തുന്ന ദർസിന് പുറത്തുള്ള ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ വരെ വന്നിട്ട് എന്നറിയുന്നത് ഈ കോട്ടും സൂട്ടും ഇട്ടിട്ട്. അത് വേറൊരു തരികിടെയാണ്. അവിടെ കട്ടെ, ഈ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നിടത്ത്, സ്റ്റേജിൽ വലിയ നേതാക്കന്മാരിയ്ക്കുന്നിടത്ത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്, തൃശ്ശൂർ ഒരു സമ്മേളനം നടന്നു, MSFന്റെ സ്റ്റേറ്റ് സമ്മേളനം. ഉമർമല ഉണ്ടായിരുന്നു. അതിൽ ഒരു പള്ളിയിലച്ചൻ വന്നിട്ട് നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളാന്ന് പറഞ്ഞു. അയാൾ പ്രസംഗിച്ചിരുന്നപ്പോ തന്നെ ആരോട് സമ്മതം ചോദിച്ചില്ല ഉമർമലയെ. ഉമർമല എഴുന്നേറ്റ് ചോദിച്ചു, പടച്ചോനപ്പളയും കല്യാണം കഴിച്ചിരുന്നു, നമ്മൾ ക്ഷണിച്ച ഒരു അതിഥിയാ, ആ അതിഥി ഇരിക്കുന്നിടത്ത് ഉമർമലയെ തിരുത്തി കൊടുത്തു. നമ്മുടെ പലർക്കും ഇഷ്ടപ്പെട്ടില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് സാക്കിറിനായി ആദ്യമായിട്ട് പങ്കെടുത്ത തൃശ്ശൂർ സമ്മേളനത്തിൽ ഓർക്കുന്നവരുണ്ടാവും ചിലരെങ്കിലും, പ്രായമുള്ളവരൊക്കെ ഒന്ന് ഓർത്തു നോക്കി. അതായിരുന്നു ഉമർമല. അത് നാളെ തിരുത്താന്ന് വിചാരിക്കല്ല, ശിർക്ക് പറഞ്ഞു പോകുമ്പോ കൊടുക്ക തൗഹീദ്. അതാണ് മുസൽമാന്റെ പ്രത്യേകത. യൂസുഫ് നബി ചെയ്ത അതാ, ഇബ്രാഹിം നബി ചെയ്ത അതാ. പക്ഷെ ഇത് പറയുമ്പോൾ നമുക്ക് പോലും, മുവഹിദുകൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തോ ഒരു വിഷമം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എനിക്കത് അനുഭവമാണ്. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? നിന്നോട് ആരാ ചോദിക്കണേ? നമ്മളാളുകൾ തന്നെ. അപ്പൊ ഈ മനുഷ്യരൊക്കെ നരകത്ത് പോയിക്കോട്ടേന്നോ? എന്തൊരു കഥയായത്. നമ്മളെവിടെയോ നമ്മളൊരു വലയത്ത് കുടുങ്ങിയിട്ടുണ്ട്. ആ വലയം മാറണം, ഭേദിക്കപ്പെടണം. ഈ സമൂഹത്തെ സ്നേഹിക്കുന്നവന് ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റില്ല. ലോകരറിയണം, ഈ ഭൂമിയും ആകാശവും സൂര്യനും ചന്ദ്രനും സൃഷ്ടിച്ചത് മുഹമ്മദ് നബി അല്ലെന്ന്, ശ്രീരാമനല്ലെന്ന്, ശ്രീകൃഷ്ണനല്ലെന്ന്, യേശു ക്രിസ്തു അല്ലെന്ന്, മാതാമൃതാന്തമയി അല്ലെന്ന്, സായിബാബയല്ലെന്ന്, മനുമത്ത് ബീവിയല്ലെന്ന്, തിരുവത്തി ദേവിയല്ലെന്ന്. അതിന്റെ പിന്നിലൊക്കെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും സൃഷ്ടിച്ച ഒരൊറ്റ ദൈവമുണ്ടെന്ന്, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ലോകമറിയണം. 53 വയസ്സായി എനിക്ക്. ഏറ്റവും കടുപ്പിച്ച് തൗഹീദ് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഇന്ന് തീയതി വരെ. അത് പ്രസ്ഥാനം മാറി മറ്റൊരു പ്രസ്ഥാനത്ത് കയറുമ്പോൾ പോലും ഈ ശൈലിക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, ഈ 53 വർഷത്തിനിടയിൽ അള്ളാഹുവിന്റെ തൗഹീദിൽ മായം ചേർത്തു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിനെ എലാബറേറ്റ് ചെയ്തൊന്നും തോന്നിയിട്ടില്ല. റബ്ബേ നീ സാക്ഷി, പടച്ചവനെ നീ സാക്ഷി. ഇന്ന് ഞാൻ ആക്സിഡന്റിൽ മരിച്ചാലും നീ സാക്ഷി. നിന്റെ വഹദാനിയത്ത് അത് ഉറക്കെ പറയുന്നു നാഥ, നന്ദിയുള്ള ഇനിമയാകാൻ വേണ്ടി, വെറുതിനല്ല. സഹോദരങ്ങളെ, വിഷമമുണ്ട്. നിരന്തരമായ തൗഹീദി പ്രബോധനം നടക്കണം. നിരന്തരമായ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത 950 വർഷം. ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. പടച്ചോനെ, രാവും പകലും വ്യത്യാസമില്ലാതെ ഞാൻ വിളിച്ചു. റബ്ബേ, എന്റെ വിളി അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചതല്ല, ഒരു പ്രവാചകന്റെ വിലാപമാണ്. 71-ാം അധ്യായം 5-6 വചനമാണ്. ജനങ്ങളെ, ജനങ്ങളെ, നമ്മുടെ അയൽവാസിക്ക് സൂക്കേടാന്ന് കേട്ട് നമ്മൾ അവിടെ ചെല്ലും ഹോസ്പിറ്റൽ. നീ അറിഞ്ഞോ മാധവട്ടന് അറ്റാക്ക് ആയിട്ടുന്ന കോട്ടക്കല് ഇന്നടത്ത് അല്ലെങ്കിൽ കോഴിക്കോട്? നമ്മൾ പോവില്ലേ? പോവും. അവിടെ ജാതി മതം നോക്കുമല്ല. എന്താ പ്രശ്നം? നമ്മുടെ പ്രിയപ്പെട്ട അയൽവാസിയാണ്. പക്ഷെ ആ അയൽവാസി നരകത്ത് പോകുന്നതിന് ആർക്കും ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. അറ്റാക്ക് ഒന്ന് ഐസ്യൂലായപ്പോ ടെൻഷൻ, നാളെ നരകത്ത് പോകുന്നോർത്തപ്പോ ടെൻഷൻ ഇല്ല. ഇല്ലേ? മൂത്താപ്പ അമ്മായും ശിർക്ക് ചെയ്തും ദർഗയിൽ ഇങ്ങനെ വീടിട്ട് നിരങ്ങിയിട്ടും നമുക്ക് ആർക്കും ഒരു ടെൻഷൻ ഇല്ലേ? എങ്കിൽ എന്തോ ഒരു പുഴുക്കുത്ത് സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് സൂറത്ത് സുമറിലാണ്. സൂറത്ത് സുമർ 39-ാം അധ്യായം 3-ാമത്തെ വചനം. അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ശരിക്കും ആയത്ത് നിച്ചൊക്കെ ശുദ്ധമായ ദീൻ അള്ളാഹുവിനാണ്. നിഷ്കളങ്കമായ കീഴ്വണക്കം അവനെ വിട്ട് മറ്റുള്ള ഔലിയാക്കളുടെ എന്താ പ്രയോഗം? മിൻ ദൂനിഹി ഔലിയാ, ഔലിയാക്കളെ പിന്നാലെ. നൗഷാദ് ഹസനി നിങ്ങൾ നോക്ക്, ആ 3 ആളുകൾ ഓലെ പടച്ചോനാരാ? സീമടൂരാണ്. ഓല ആരിലേക്ക് ക്ഷണിക്കാനാ ഇറങ്ങുന്നത്? ഓല ഏതെങ്കിലും ഒരു പ്രസംഗം പടച്ചോന് വേണ്ടി ഉണ്ടോ? മനുഷ്യരെ ചിന്തിക്ക്. ഏതെങ്കിലും ഒരു നബി വലിയന്റെ മഹത്വം പറഞ്ഞ് പ്രസംഗിച്ച് നടന്നിരുന്നോ? ഇല്ല കൂട്ടരെ, ഇല്ല. ഔലിയാക്കളെ മാത്രം പറയുന്നുണ്ട് ഖുർആൻ. മറ്റൊരു വിഷയമാണ്. ഇവരുടെ സബ്ജക്ട് തന്നെ എന്താണ്? അള്ളയല്ല, അള്ളാന്റെ ഔലിയാക്കളാണ്.
പറയുമ്പോ വലിയുള്ള ആ അള്ളാഹ്ക്ക് സ്ഥാനമല്ല, വലിയ സ്ഥാനം. സത്യമല്ലേ? സത്യമല്ലേ കൂട്ടരെ? ഈ വലിയ പറ്റിയല്ലാതെ അവരുടെ കറാമത്ത് വിട്ട് ജനങ്ങളുടെ പണം മെടുങ്ങുകയല്ലാതെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും റഹ്മാനായ റബ്ബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? വായു നൽകിയ, വെള്ളം നൽകിയ, സെറിബ്രം നൽകിയ, സെറിബെല്ലം നൽകിയ, പാൻക്രിയാസിലെ അന്തസ്രാവികളെ സംവിധാനിച്ച പടച്ചോനെ കുറിച്ച് ഖലഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാത്തിൻ സലാസിൻ ദാലികും അല്ലാഹു റബ്ബുകുൽ ലഹുൽ മുൽക് വല്ലദീന തദ്ഊന മിൻ ദൂനി മാ യംലികൂന മിൻ കിത്മീർ يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم والذين تدعون من دونه ما يملكون من قطمير. ഉണ്ടായിട്ടുണ്ടോ? ആ പടച്ചോനെ കുറിച്ച് 10 മിനിറ്റ് പ്രസംഗിച്ചിട്ടുണ്ടോ? പേരോട് ജീവിതത്തിൽ അറബിനെ കുറിച്ച് നമ്മുടെ ഉസ്താദുമാർക്ക് എന്ത് പറ്റി? നമ്മുടെ പണ്ഡിതന്മാർക്ക് എന്ത് പറ്റി? എനിക്ക് വ്യസനമുണ്ട്. കോടിക്കണക്കിന് രൂപ മുടക്കി കേരള യാത്ര നടത്തിയിട്ട് റബ്ബിന്റെ റെക്കോർഡിൽ എന്ത് സ്ഥാനമായിരിക്കും നിങ്ങൾക്ക് എന്ന് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു പ്രവാചകൻ എങ്ങാനായി 25,000 കിലോമീറ്റർ യാത്ര നടത്തിയാലാണ് ആര്? മഹാനായ ഇബ്രാഹിം നബി. ജിബ്രീലിന്റെ കൈപിടിച്ച് 25,000 കിലോമീറ്റർ നടന്ന് 4 കേന്ദ്രങ്ങളിൽ തൗഹീദിന്റെ സ്ഥാപനമുണ്ടാക്കി അബ്രോഡിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം നബി പരിശുദ്ധ കാബാലയം പടുത്തുയർത്തി. റബ്ബനാ തഖബ്ബൽ ദുആഇ എന്ന് പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാം. വൈദി യർഫ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈതി വഇസ്മാഈലു. നോക്കൂ നിങ്ങൾ, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ കബൂൽ ചെയ്യണേ റബ്ബേ, പടച്ചോനെ റബ്ബേ അല്ലാഹുമ്മ എന്നല്ലാതെ അതിനിടയിൽ ഒരു വലിയനെ തിരികെ കേട്ടുന്ന, ഒരു ശൈഖിനെ തിരികെ കേട്ടുന്ന, ഒരു നബിയെ തിരികെ കേട്ടി പ്രാർത്ഥിച്ച ഒരു നബിയും ആകാശത്തിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നില്ലെന്ന് റബ്ബിന്റെ ഗ്രന്ഥം രേഖപ്പെടുത്തിയിട്ടും അത് വായിക്കാതെ, അത് മനസ്സിലാക്കാതെ പാലക്കിതാബിലെ വരി ഉദ്ധരിച്ച് അല്ലാത്തോൽ ആരാധിക്കാൻ പഠിപ്പിക്കുന്ന നൗഷാദേ, നിന്റെ ഒക്കെ ഖബർ എന്തായിരിക്കും എന്നോർക്കുമ്പോ എനിക്ക് ദുഃഖമുണ്ട്. ചിന്തിക്കണം. മഹാകഷ്ടമാണിത്, മഹാദുരന്തമാണ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, റബ്ബിന് എന്താ നിങ്ങൾ കുറവ് കണ്ട്? സമസ്ത EKP സുന്നിയോട് നിങ്ങൾ പടച്ചോൻ എന്ത് കുറവാ കണ്ട്? ഈ ഭാഗം നിങ്ങൾ ഒരിക്കലും മറക്കട്ടെ. ഈ ഭാഗം ക്ലിപ്പായിട്ട് ഇറക്കാൻ പറ്റിയ ഇറക്ക് മക്കളെ. നിങ്ങൾ അള്ളാഹുവിന് എന്താണ് സ്ഥാനം കൊടുത്തത്? അള്ള കഴിവില്ലാത്ത ആളാണോ? അള്ള കുട്ടികളെ തരാൻ കഴിവില്ലാത്ത ആളാണോ? അള്ള രോഗം മാറ്റാൻ കഴിവില്ലാത്ത ആളാണോ? നിങ്ങൾ ചോദിച്ചൊരു കാര്യം തരാൻ അള്ള പ്രാപ്തനല്ലേ? അല്ലാ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലേ? അല്ലെങ്കിൽ അത് പറ. അല്ല മാത്രം പോരാ, ഒരു ഹാഫ് സഹായം മൊയ്തീൻ ഷൈഖിന്റെ കൂടെ വേണമെന്ന് നാളെ പറ. എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പേരിടുന്നത് വേറെ ആയിരിക്കും. പറ, നിങ്ങൾ പറ, എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഇന്നക സമീഉ ദുആ. ഇബ്രാഹിം നബി അല്ലാഹുവിനെ പറ്റി പറഞ്ഞ എന്താ നിങ്ങൾക്ക് അവിശ്വാസമില്ലാത്തത്? ഇബ്രാഹിം സഖാഫി പുറക്കെട്ടിരിക്കുക എന്താ ഇല്ലാത്തത്? അവിശ്വാസമില്ലാത്തത് എന്താ? അല്ലാഹുവിനോട് എനിക്ക് കുട്ടിനെ കിട്ടൂല നിങ്ങൾക്ക് എവിടെ നിന്ന് തോന്നി? 25 കൊല്ലം തഹജ്ജുദ് റബ്ബിനോട് കുട്ടിനെ ചോദിച്ച ആമിന താത്താക്ക് മൊയ്തീൻ ഈ CM മടവൂരിനോട് കുട്ടിനെ ചോദിക്കണമെന്നും അങ്ങനെ കുട്ടി കിട്ടി എന്നും പറയാൻ ഏത് ഗ്രന്ഥത്തിന്റെ പിന്തുണയാ? ഏത് ഖുർആന്റെ പിന്തുണയാ? ഇബ്രാഹിം നബിക്ക് കുട്ടി ഉണ്ടായിരുന്നില്ലല്ലോ. 90 വയസ്സോ 93 86 ഒക്കെ വയസ്സ്, അഭിപ്രായ ഭിന്നതയുണ്ട്. എങ്കിലും പ്രായാധിക്യത്തിൽ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ സാലിഹായ ഒരു കുട്ടിനെ തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നല്ലോ. 37-ാം അധ്യായം സൂറത്ത് സാഫാത്ത് 100-ാമത്തെ വചനം. റബ്ബിനോടാ ചോദിച്ചെന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങളുടെ ഇബ്രാഹിം നബി കുട്ടിനെ കിട്ടാതായപ്പോ റബ്ബിനോട് ചോദിച്ചു. ആ വഴി സ്വീകരിച്ച ഞങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ പറയുന്നത് എന്താണ്? കുട്ടികളെ മൊയ്തീൻ ഷൈഖിനോട് ചോദിക്കും. ആണാണെ പെണ്ണാക്കാം, പെണ്ണാണെ ആണാക്കാം അല്ലേ? വേണ്ട. ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിന് ഒരു കുട്ടി മരിച്ചു ഒരു മഴയുള്ള ദിവസം. അവൻ ആംബുലൻസ് കയറ്റി അവന്റെ കുടുംബം കരഞ്ഞു വരികയാണ്. അപ്പൊ CM റൂട്ടില്. ചിന്തിക്കണേ, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും സത്യം പറഞ്ഞിട്ടില്ലാത്ത ലോകത്തിലെ പെരും കള്ളനായ ഒരു അക്സനി, കുറച്ച് പ്രായമുള്ള അക്സനി കേട്ടോ, കുട്ടിയല്ല കേട്ടോ, പേര് ആവർത്തിക്കുന്നില്ല, വിഷമം വേണ്ട. അയാൾ പറയുന്നത് അറിയോ? CM ഉണ്ട് ഒരു കൊടയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കണ്, മഴയാണ്, ആംബുലൻസിൽ മരിച്ച കുട്ടിയുടെ ബോഡി കൊണ്ടുപോവുകയാണ്. എവിടെ പോണേ? കോഴിക്കോട് ബീച്ചിൽ നിന്ന്. അപ്പൊ ആംബുലൻസ് നിർത്തിച്ച്, കൊടയൊക്കെ കാണിച്ചിട്ട് ആംബുലൻസ് നിർത്തിച്ച്, ആംബുലൻസിന്റെ ഡോറൊക്കെ തുറന്നിട്ട് ആ കൊടന്റെ കാലുകൊണ്ട് ആ കുട്ടീന്റെ മയ്യത്തിൽ ഇങ്ങനെ തൊടും. വെറുതെ കിടന്നുറങ്ങണ്, എണീച്ചിട്ട് പോയി വിടുക. കുട്ടി അതാ പാറി പറക്കുക ജീവനോടൊപ്പം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചു, ബീച്ച് ഹോസ്പിറ്റല് ആകാശത്തിലൊന്നല്ലല്ലോ, കോഴിക്കോട്ടല്ലേ? ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കുട്ടി മരിച്ചിട്ട് ആ കുട്ടി പോകുന്ന ആംബുലൻസിൽ അവൻ ജീവൻ എടുത്തു പോയാൽ ബീച്ച് ഹോസ്പിറ്റലിന്റെ രേഖയിൽ അത് ഉണ്ടാവില്ലേ? ചോറിനല്ലേ തിന്നല്? ക്ഷമിക്കണേ, ചോറ് തന്നെയാണോ തിന്നല്? അങ്ങനെ ആണെങ്കിൽ, മനുഷ്യനാണെങ്കിൽ
കഴുതയും പോത്തുമായിട്ടൊന്നല്ലേ ഞങ്ങളെ സൃഷ്ടിച്ച്. ഈ KP എന്ന് പറഞ്ഞാൽ മനുഷ്യഗണത്തിൽപ്പെട്ട തന്നെയല്ലേ. ഞാൻ ചോദിക്കുന്നത്, പൊന്നാര മുത്ത് ചങ്ങായി, ഒരു നേരം അരിയാഹാരം ഈ തിന്നുന്നുണ്ടാവുമല്ലോ. ആലോചിച്ചോ, ഈ വൃത്തികെട്ടവൻ സ്റ്റേജിൽ കയറി പറഞ്ഞത് എന്താ? CM അടൂരി ജയിപ്പിച്ചു വിട്ടു എങ്കിൽ ചങ്ങായി അതവിടെ ഉണ്ടാവൂലേ? അതാ രേഖയിലുണ്ടാവൂലേ? പത്രത്തിൽ വാർത്തയാവൂലേ? അതായത് ഒരു ഹോസ്പിറ്റൽ, സർക്കാർ ഹോസ്പിറ്റലിൽ ഒരു ബോഡി പുറത്തു പോണ രേഖയിലുണ്ടാവൂലേ? ആ ബോഡി ജീവനോടെ തിരിച്ചു വന്നു എന്നുള്ള ലോകത്തിനൊരു അത്ഭുതാവൂലേ? അത് പകരാശനിക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമായത് എങ്ങനെ? അത്രയെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? എന്നോട് പലരും ചോദിക്കും, എന്തിനാ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നത്? ഈ മനുഷ്യൻ ഇങ്ങനെ കഴുതനെ പോത്തിനെ പോലെ കൊടിച്ചിപ്പട്ടിനെ പോലെ ആയി പോകുന്നതിൽ എനിക്ക് വിഷമം. മനുഷ്യനായിട്ടാണല്ലോ പടച്ചോൻ സൃഷ്ടിച്ച്. തലച്ചോറ് കൊടുത്തിട്ട്, ചേരിച്ചോറല്ലല്ലോ അവിടെ നിറച്ചത്. പട്ടിക്കാട്ട സെപ്പിനെ തലച്ചോറിൽ പകരം വെച്ചല്ലോ, മനുഷ്യനല്ലേ. ആ മനുഷ്യൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇതെനിക്ക് എന്റെ ഏറ്റവും വലിയ ദുഃഖം, എന്റെ ഏറ്റവും വലിയ ദേഷ്യവും അതാണ്. രണ്ട് കാലിലിട്ടിട്ട് ഞാൻ മനുഷ്യനാന്ന് പറഞ്ഞിട്ട് അറബിക്കുപ്പായും കോട്ടും ചുപ്പയും തലപ്പാവിട്ടിട്ടും തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോ, അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ലോകത്തിന്റെ ഏറ്റവും വലിയ ചർച്ചയാവൂലേ? കോഴിക്കോട് ജില്ലയിൽ ഒരു ഹോസ്പിറ്റലിൽ മരിച്ച കുട്ടിനെ ഒരു ഷെയ്ഖ് കൊടകൊണ്ട് തട്ടി ജീവിപ്പിച്ചു എന്നത് ലോകത്ത് റെക്കോർഡാവൂലേ? മൊയ്ലിയമാരെ തൊള്ളയിൽ മാത്രമേ ഇതൊക്കെ ഉള്ളൂ, വേറെ ആരും അറിഞ്ഞിട്ടില്ല. എന്തൊരു പുതുമയാണത്! അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഞാനത് അല്പം വൈകാരികമായി എനിക്കറിയാം. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. മുത്തുനബിയുടെ ഖുതുബ ഇടക്ക് കോപം കൂടും അദ്ദേഹത്തിന്. മുഖം ചുവന്നു കൊടുക്കും. ഒരു സൈന്യത്തിന്റെ വരവിനെ പോലെ കോപാകുലനായ അദ്ദേഹം സംസാരിക്കും. ഇടക്ക് ഞാനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യാത്. ചൂടാന്റെ അടുത്ത് ഒരു ചൂടുമില്ലെങ്കിൽ എന്തോ ഒരു താരാറുണ്ടാക്കുന്ന അതിന്റെ അർത്ഥം. കള്ളും കുടിച്ച് ഒരു അന്യ പെണ്ണിനെയും കൊണ്ട് വീട്ടിലേക്ക് ഒരു മകൻ കയറി വരുമ്പോ ബാപ്പ ചിരിച്ചു, മോനെ വാലിക്കും സലാം, കയറി മോനെ എവിടെക്കാ മോനെ എന്ന് ചോദിച്ചാൽ അയാളെ കണ്ണിന് ഒന്നാട് കൊടുക്കണം. മനസ്സിലായില്ലേ? എല്ലാ സമയവും ഒരേപോലെയല്ല. ഞാൻ ഈ വിഷയം പറഞ്ഞു, നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കി, നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കി. അവിടുത്തെ റെക്കോർഡിൽ അത് ഉണ്ടാവില്ലേ? ഈ നുണങ്ങനെ 1000 തവണ പറഞ്ഞിട്ട് അത് കേട്ടിരിക്കുന്ന ഒരു കൗമ് ഒരെണ്ണ എണീറ്റിട്ട്, ഉസ്താദേ സോറി ട്ടോ, ഈ പരിപാടി ഉണ്ട്, എന്റെ അടുത്ത് ബെൻസ് കാറുണ്ട്, ഒന്നതിൽ കയറണേ ഉസ്താദേ. അപ്പൊ ചോദിക്കും, എന്തിനാ മോനെ? ഒന്നുമില്ല, നമുക്ക് ഈ ബീച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന്റെ റെക്കോർഡ് പരിശോധിച്ചിട്ട് ഇങ്ങനെ ഒരു കുട്ടി മരിച്ചതിന് ശേഷം ജീവിപ്പിച്ച് അവിടെ ഉണ്ടാവില്ലേ? അപ്പൊ കാണാം മൂത്രൊഴിച്ചു പോകും. മൂത്രൊഴിച്ചു അല്ലേ? നാവിക്കൊന്നാണ് കൊടുത്തതല്ലേ? സ്വർഗം നഷ്ടപ്പെടുത്തുന്നത്. ഞാൻ ഈ പറയുന്നതിന്റെ ഗൗരവം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ദിവസം വരും. പരലോകത്ത് സൂറത്ത് ഫുർഖാന്റെ 27-28 പറയുന്ന അക്രമി കൈകടിക്കുന്ന ദിവസം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ മൊല്ലമാരുടെ വിവരക്കേടിന്റെ പിന്നാലെ പോകുന്നതിന് പകരം ഞങ്ങൾ ഇക്കാര്യം ഒന്ന് ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ. ചിന്തിക്കുക മനുഷ്യരെ, ചിന്തിക്കുക. ഞാൻ അവിടെ ഒരു അത്ഭുതം കൂടി പറഞ്ഞോട്ടെ. നബിയുടെ എത്ര മക്കൾ നബി ജീവിച്ചിരിക്കെ മരിച്ചിരുന്നു? മക്കയിലെ മുശ്രിക്കൽ നബിയെ വിളിച്ചത് എന്തായിരുന്നു? അബ്തർന്ന്, വാലറ്റവൻ. എന്താ കാരണം? ആൺകുട്ടികളൊക്കെ മരിച്ചുപോയി. ശരിക്കും നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു നബിക്ക് ആൺകുട്ടികളൊക്കെ മരിച്ചിട്ടും മക്കയിലെ മുശ്രിക്കുകൾ വാലറ്റവെന്ന് വിമർശിച്ചിട്ടും ഒരു കുട്ടിയെ, മരിച്ച കുട്ടിയെ നബി വിളിച്ചോണ്ടിയോ? അതിനേക്കാളൊക്കെ മേലെയാണത്രേ CM അടൂരി, അതിനേക്കാളൊക്കെ മേലെയാണത്രേ മൊയ്തീൻ ഷെയ്ഖ്, റസൂലിന് തുല്യാണത്രേ മൊയ്തീൻ ഷെയ്ഖ്. ഒരുത്തം പ്രസംഗിച്ചെടുക്കുക. മുസ്ലിം സമുദായത്തിന്റെ കയ്യും കാലും എനർജിയും ഇങ്ങനത്തെ മൊയ്ലിയാമാരെ പിടിച്ചു കിട്ടുന്നിടത്ത് ഉപയോഗിച്ചാൽ എത്രയോ നാട് മെച്ചപ്പെടും. ഈ കേരളം തന്നെ മെച്ചപ്പെടും, എനിക്കൊരു സംശയമില്ല. മൊയ്ലിയാമാരൊക്കെ ചങ്ങല കിട്ടാൽ കേരളം നന്നാവും, ഹിന്ദു നന്നാവും, മുസ്ലിം നന്നാവും, ക്രിസ്ത്യാനി നന്നാവും, എല്ലാവരും നന്നാവും. ഈ വർഗം ഈ സമൂഹത്തെ കേടുവരുത്തിയ പോലെ ഒരു കേടുവരുത്തൽ വേറൊരു വർഗവും നടത്തിയിട്ടില്ല. കാരണം മനുഷ്യന്റെ ചിന്തയെ മരവിപ്പിച്ച് കളയുക, അന്ധവിശ്വാസങ്ങൾ വിറ്റയിക്കുക, കപടനാട്യങ്ങൾ നടത്തുക, എന്നിട്ട് ജനങ്ങളെ വഞ്ചിക്കുക. നബീന്റെ മുടി നീളുന്നുണ്ട്, നബീന്റെ പൊടി കൈ കിട്ടിയിട്ടുണ്ട്, നബീന്റെ ബെർലിനുള്ളിൽ വന്ന വെള്ളം എനിക്ക് കിട്ടുന്നത്. ആരെങ്കിലും എണീറ്റ് സ്ഥലേ പ്രായമൊക്കെ ഒരുപാടായി, എന്നാൽ ഈ നുണ കേൾക്കുമ്പോൾ ചോദിക്കാൻ, ഈ നബീന്റെ വിരലിൽ കൂടെ വന്ന വെള്ളം എവിടെയായിരുന്നു? എത്ര കാലം ആരൊക്കെ സൂക്ഷിച്ചു? നബിയുടെ വിരലിലൂടെ വെള്ളം അവിടെ ശേഖരിക്കണമല്ലോ. അത് മണ്ണിലാരും ഭൂമിയിൽ കുഴിച്ചിട്ടൊന്നുമില്ലല്ലോ. അത് ആർക്ക് കിട്ടി ഉസ്താദേ? അത് ആർക്ക് കിട്ടി ഉസ്താദേ? അവിടുന്ന് ആർക്ക് കിട്ടി ഉസ്താദേ? ഉസ്താദേ അത് നിങ്ങൾക്കാര് തന്നു ഉസ്താദേ? ചോദിക്കൂല. ഞാൻ പറഞ്ഞില്ല, കാന്തൂർ എണീറ്റ് എന്നിട്ട് 4 ആള് പിടിച്ചു വെച്ചിട്ട് ഞാനായിരുന്നു ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയ അള്ളാഹു എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ അപ്പോഴും പറയാ കൗമ്, അപ്പോഴും പറയാ കൗമ്. വല്ലാത്തൊരു സമൂഹം തന്നെ. ലോകത്ത് ഇത്ര വിവരമില്ലാത്തൊരു വർഗം. അത് ആ വർഗത്തെ ഉണ്ടാക്കിയ ആളാ. ആ ആളെ പറ്റി ഓരോരുത്തർ പ്രശംസിക്കുന്നത് കേൾക്കുമ്പോൾ ഓന്റെ ജീവിതം തന്നെ ഒരു പാഴ്ജന്മമാണ്. അത് ചിലപ്പോൾ ഒരു വലിയ രാഷ്ട്രീയക്കാരനായിരിക്കും, ചിലപ്പോൾ ഒരു മന്ത്രിയായിരിക്കും, ചിലപ്പോൾ അത് വലിയ മന്ത്രിയായിരിക്കും. അപ്പോഴും എനിക്ക് ചിരി വരുന്നതെന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ മന്ദബുദ്ധികളുടെ നേതാവിനെ വാഴ്ത്തുന്നത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം.
മനുഷ്യന്മാരുടെ ബുദ്ധി, റസൂൽ പറയുന്നുണ്ട്, പൊട്ടന്മാരെ വാഴ്ത്തുന്നൊരു കാലഘട്ടം വരും, ബുദ്ധിജീവികളൊക്കെ അവഗണിക്കപ്പെടും, ഓൽക്കൊരു വിലയുണ്ടാവില്ല. ആ കാലം കേരളത്തിൽ വന്നു കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ചു. ഇനി ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ശരിക്ക് ചിന്തിക്കും, മക്കയിലെ മുശ്രിക്കുകൾക്ക് സംഭവിക്കുന്നത് എന്തായിരുന്നു? രണ്ട് കാര്യങ്ങൾ, രണ്ട് ഖുർആനിക വചനങ്ങൾ. ഓരോ ഖുർആനിക വചനവും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. ഒന്ന് ഖുർആനിലെ 29-ാം അധ്യായം 65-ാമത്തെ വചനം, فإذا ركبوا في الفلك دعوا الله مخلصين له الدين. നമുക്ക് അവിടെ പറയാം, فلما نجاهم إلى البر إذا هم يشركون. മക്ക നമ്മുടെ മനസ്സിൽ കാണുക, മക്കയിലെ മുശ്രിക്കുകൾ അവർ നമ്മുടെ മനസ്സിൽ കാണുക, അബൂലഹബിനെ, അബൂജഹലിനെ, വലീദുൽ മുഗീറയെ, ഇവരൊക്കെ മനസ്സിൽ കാണുക. അല്ലാഹു പറയണം, അവർ കപ്പലിൽ കയറിയാൽ, മക്കയിലെ ബൗദ്ധൈവ വിശ്വാസികൾ കപ്പലിൽ കയറിയാൽ, കാറ്റും കോളും വന്ന് കപ്പൽ ആടി ഉലഞ്ഞാൽ, ഇനി ഒരു വഴിയുമില്ലെന്ന് ബോധ്യമായാൽ അവരെന്ത് ചെയ്യും? അല്ലാഹനെ വിളിച്ചു ദുആ ചെയ്യും. മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കമായി യാതൊരു കാപട്യമില്ലാതെ അല്ലാഹുവിൽ. ശരിക്കും അവരുടെ അവസ്ഥ എന്താ അറിയോ? കടലിൽ ഈ പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അവരെല്ലാരെയും മറക്കും, ഒരാളെ മാത്രം ഓർക്കും, അല്ലാഹനെ. നമ്മുടെ ഖലീൽ തങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അബൂജഹലിനെ മനസ്സ് കൊണ്ടുവരിക. അബൂജഹലിന്റെ അവസ്ഥ എന്താ? അല്ലാഹ് പറഞ്ഞ്, കടലിൽ മുങ്ങിപ്പോകുന്നു തോന്നുന്ന പായക്കപ്പൽ ആടി ഉലയുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ, ആ ഘട്ടത്തിൽ പടച്ചോനം മാത്രം, അതായത് മുഖ്ലിസിന് അതിന്റെ അർത്ഥം അറിയോ? ഒരാളെ ആ സമയത്ത് ഓർക്കൂല, റബ്ബിനെ അല്ലാത്ത ഒരു സിറ്റി, ഒരു ജിബ്രീലിനെ പോലും അവിടെ വെച്ചോർത്ത് വിളിക്കാന്ന് വിചാരിച്ചാൽ ഓ മുഖ്ലിസ് അല്ല. ജിബ്രീലിനെ വിളിക്കാന്ന് വിചാരിച്ചാൽ പോലും ഓ മുഖ്ലിസ് അല്ല, ഓർത്തോളി. മറിച്ച് അല്ലാഹനെ മാത്രം ഹൃദയത്തിലിട്ട് വേറെ അതുവരെ കരയിൽ വിളിച്ച മുഴുവൻ ആളുകളെയും മറന്ന് പടച്ചവനെ മാത്രം പ്രതിഷ്ഠിക്കുന്നതിന്റെ പേരാണ് തൗഹീദ്. അതുകൊണ്ടാണ് അല്ലാഹ് എന്ന് പറഞ്ഞേ, കടലിലെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അബൂജഹൽ 916 കേട്ട് മുവഹിദ. പിന്നെന്തോ അവന്റെ കുഴപ്പം? കരയിലാട്ട് എത്തിയാല് പങ്കേർക്കും. എന്താ പങ്കേർക്കല്? കടൽ എന്തേ ചെയ്ത്? കടൽ അല്ലാഹനെ മാത്രം വിളിച്ചപ്പോൾ അല്ലാഹ് പറയുന്നത് തൗഹീദാണ്. കരയിലെത്തിയപ്പോൾ അല്ലാഹനെ വിട്ട് ഔലിയാക്കളെ വിളിച്ചപ്പോൾ അല്ലാഹ് പറയുന്നത് ശിർക്കാണ്. നമ്മൾ പറയുന്നതോ? നമ്മൾ പറയുന്നത് എന്താണ്? ഏറ്റവും നല്ലത് എന്നൊരു അധ്യായം മൊഹീദ്ദീൻ മാലയിലെ മുസ്തഫൽ ഫൈസി എഴുതിയ മൊഹീദ്ദീൻ മാലയുടെ 446-ാമത്തെ പേജിൽ അയാൾ പറയുന്നുണ്ട്, എന്താ പറയുന്നത് അറിയോ? ഏറ്റവും നല്ലത് പടച്ചോനോട് നേരിട്ട് ഒരാൾ തേടുക എന്ന് പറഞ്ഞാൽ അത് നല്ലതല്ല. ഔലിയാക്കളൂടെ പടച്ചോനിലേക്ക്, അതിനെ തെളിവുള്ളൂ. എവിടെ തെളിവുള്ളൂ? ഖുർആനിലാണോ? നിങ്ങൾ ആലോചിച്ചു, ഒരു മനുഷ്യൻ എഴുതുകയാണ് എന്ത്? മൊഹീദ്ദീൻ മാലയെ ഏറ്റവും നല്ലത് എന്നൊരു അധ്യായം ഉണ്ടെങ്കിലേ, ഏറ്റവും നല്ലത് എന്താ? അള്ളാഹിനോട് ചോദിക്കലല്ല, പിന്നെയോ ഇടയാളം വെച്ചിട്ട് പടച്ചോനിലേക്ക് പോലാണ്. അതാണ് ഏറ്റവും നല്ലത്, അതിനെ തെളിവുള്ളൂ. ഒരു തെളിവ് ആ കിതാബ് കയ്യിൽ വെച്ചെടുത്തിന് ചോദിക്കാൻ കഴിഞ്ഞു, ഉസ്താദേ ഒരു തെളിവ് പറയാമോ? ഇബ്രാഹിം നബി, അതിന് മുമ്പ് കഴിഞ്ഞു ഒരു നബീനെയും കൂടെ കൂട്ടുപിടിച്ചിട്ട് പടച്ചോനിലേക്ക് തേടിയ ഒരു തെളിവ് അല്ലാഹ് ഖുർആനിൽ പറയുന്നത് അറിയങ്ങള്? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ ഒരു അത്ഭുതം എന്താ അറിയോ? ഈ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ 117-ാമത്തെ വചനം, അല്ലാഹുവിനെ വിളിക്കാൻ നിങ്ങൾക്ക് ഒരു തെളിവില്ല. മുമ്പ് നൽകപ്പെട്ട ഏതെങ്കിലും ഒരു വേദത്തിന്റെയോ അറിവിന്റെയോ തുണ്ട്, 46-ാം അധ്യായത്തിന്റെ ചോദ്യ 4, 5, 6 വചനങ്ങളിൽ ഒരു തുണ്ട് വേദത്തിൽ അല്ലാഹുവിനെ വിളിക്കാനുള്ള തെളിവിന്റെ കൊണ്ടുവരൂ. എന്നിട്ട് അല്ലാഹ് ഖുർആനിൽ പറയുന്നതോ ലാ ബുർഹാന ലഹു ബിഹി, തെളിവില്ല. എന്നിട്ട് കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ തെളിവ് OM തരുവണ എഴുതിയ പുസ്തകത്തിൽ എന്താ പറയുന്നത്? അല്ലാഹുവിനെ വിളിക്കാൻ 100 കണക്കിന് ആയത്ത് ഉസ്താദ് ഖുർആൻ ഉദ്ധരിച്ചു. അല്ലാഹ് ഖുർആൻ എന്താ പറയുന്നത്? അല്ലാഹുവിനെ വിളിക്കാൻ തെളിവില്ല. അല്ലാഹ് തെളിവില്ലെന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 100 തെളിവുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹ് ഇറക്കിയ ആയത്തിന്റെ അർത്ഥം അല്ലാഹ്ക്ക് അറിയില്ല. അത് വാദിച്ച കൗമാവര്. സാധാരണ നിങ്ങൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു 100 ആംഗിളിൽ നിന്ന് ഈ വാചകത്തെ ഒന്ന് നമ്മൾ ഖുർആൻ വെച്ചിട്ടൊന്ന് തട്ടിച്ചു നോക്കുക. ഒന്നാമത്തെ വാചകം എന്താണ്? 100 കണക്കിന് ആയത്ത് ഉദ്ധരിച്ചു. അപ്പൊ ഈ 100 കണക്കിന് ആയത്ത് ഖുർആനിൽ ഉണ്ടായിട്ട് അല്ലാഹ് പറയാ ലാ ബുർഹാന ലഹു ബിഹി, ഖുർആനിൽ അല്ലാഹുവിനെ വിളിക്കാൻ തെളിവില്ല. ഒരു തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും 100 ആയത്തുണ്ട്, 100 ആയത്ത് ഓതിയിട്ടുണ്ട്, അതിന്റെ ഓതിയത് അതെന്തിനാ ഓതുന്നത്? ദുർവ്യാഖ്യാനിക്കാൻ. ആയത്തിന്റെ അർത്ഥതാണോ? അല്ല. ആശയതാണോ? അല്ല. മുന്നിലിരിക്കുന്ന പാവപ്പെട്ടവരെ വഞ്ചിക്കുക. അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലോ? അപ്പൊ അള്ളാഹ്ക്കാണോ തെറ്റി ഉസ്താദിനാണോ? അതും ചിന്തിക്കാൻ നമ്മൾ തയ്യാറല്ല. തെളിവില്ലെന്ന് അല്ലാഹ്, തെളിവുണ്ടെന്ന് കാന്തപുരം, തെളിവുണ്ടെന്ന് പേരോട്, തെളിവുണ്ടെന്ന് ഖലീൽ തങ്ങള്,
നിങ്ങൾ ഖലീൽ തങ്ങളെ കുറിച്ച് മാത്രം ആലോചിച്ചു നോക്കുക. കടലിൽ വെച്ച് അയാൾ പറയാണ്, അപ്പോഴൊക്കെ വിളിച്ചത് ബദരീങ്ങളെയാണ്. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാൻ. അപ്പൊ ഒരു വെറലൊക്കെ ഉണ്ട്, ജിന്നു കൂടിയ മാതിരി. എന്താ അറിയില്ലത്, ആ ശബ്ദം പോലും മനുഷ്യന്റെ തന്നെയാണോന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും ആ സമയം അതൊക്കെ പിശാചാണ്, ആ പൈശാചികതയാണ്. അവിടെ ഏതോ ഒരു ജിന്നിന്റെ ശബ്ദമാണ് ആ കേൾക്കുന്നത്. ഇൻസിന്റെ ശബ്ദം. വല്ലാഹി ഞാൻ ഒരാളെ അപഹസിക്കുകയും പരിഹസിക്കുകയല്ല, അയാളുടെ ശരീരത്തിലെ കരീനിൽ ജിന്നിന്റെ ശബ്ദമാണ് ആ കേൾക്കുന്നത്. കാരണം നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്ക്, കടലിൽ വെച്ച് അബൂജഹൽ പോലും റബ്ബിനെ അല്ലാതെ വേറെ ഒരു മഹാനെയും, ആദം നബി മുതൽ മുഹമ്മദ് നബിക്ക് തൊട്ട് മുമ്പുള്ള ഒരു നബിയെയും, ഞങ്ങൾ ഇബ്രാഹിമി മില്ലത്തിലാന്ന് പറഞ്ഞ ആളുകൾ അബൂജഹലും കൂട്ടരും, എന്നിട്ട് പോലും അവർക്ക് ഇബ്രാഹിം നബിനെ പോലും കടലിൽ വെച്ച് ഓർമ്മ വരാറില്ല. പക്ഷെ ഖലീൽ തങ്ങൾക്ക് ഓർമ്മ വന്നത് 313 ബദരീങ്ങളെയാണ്. അതും ഭയങ്കര അത്ഭുതമല്ലേ? ഈ 313 ബദരീങ്ങൾക്കും ബദർ യുദ്ധത്തിൽ ഓർമ്മ വന്നതാരെയാ? ഇബ്രാഹിം നബീന് ഓർമ്മ വന്നില്ല, ഇസ്മായിൽ നബീന് ഓർമ്മ വന്നില്ല, ആദം നബീന് ഓർമ്മ വന്നില്ല, തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട ഒരു നബീനെ ഓർമ്മ വന്നില്ല, മത്സ്യത്തിന്റെ വായിലാകപ്പെട്ട യൂനിസ് നബീന് ഓർമ്മ വന്നില്ല, ചെങ്കടൽ കടന്ന് അത്ഭുതം കാണിച്ച മൂസാ നബീന് ഓർമ്മ വന്നില്ല. ഇത് എട്ടാം അധ്യായം 9-ാമത്തെ വചനം. റബ്ബിനോട് ഇസ്തിഹാസ നടത്തി. ആ 313 ഒരു പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നോളജ് സിറ്റിയുടെ പ്രതിസന്ധി പടച്ചോൻ ഇടപെട്ടിട്ടാണ് പ്രതിസന്ധി തീർന്നത്. നല്ല അറിയില്ലേ? 313 ബദരീങ്ങളുടെ പ്രതിസന്ധി നീങ്ങിയത് എങ്ങനെ? അള്ള ഇടപെട്ടിട്ട്. എങ്ങനെ? അള്ള മലക്കുകൾ അയച്ചിട്ട്. ഉറപ്പാണ് വിശ്വാസികൾക്ക്. ഇവരെന്താ വിശ്വസിക്കുന്നത്? ഈസാ നബിയെ കുരിശിലേറ്റിയപ്പോ ഈസാ നബി പ്രാർത്ഥിച്ച പടച്ചോനോടാണ്. പക്ഷെ ക്രിസ്ത്യാനികൾ ആരോടെ പ്രാർത്ഥിക്കുന്നത്? ഈസാ നബിയോട്. ആ ആയത്ത് സമസ്തക്കും ഫിറ്റാണ്, ക്രിസ്ത്യാനികൾക്കും ഫിറ്റാണ്. അത് രണ്ടു കൂട്ടരോട് ഒരേപോലെ പറയണം. അത് ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രമല്ല. അന്ന് കേരളത്തിലെ സമസ്ത, എന്റെ ഒരു നിരീക്ഷണമാണ്, ഞാൻ നിരീക്ഷണമാണ് പറയുന്നത്, എതിർ പറയാം ആർക്കും നിരീക്ഷണത്തിന്റെ. നിങ്ങൾ നോക്ക്, ഒരു ക്രിസ്ത്യാനി വന്നിട്ട് അബ്ദുൽ ഹക്കീമിനോട്, കാന്തപുരത്തിന്റെ മോനോട് ചോദിക്കണം, അല്ല നിങ്ങൾ ഈ നോളജ് സിറ്റിക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ബദരീങ്ങളോട് തേടി പ്രാർത്ഥിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങളും പ്രാർത്ഥിക്കാൻ. ഞങ്ങൾക്കൊരു പ്രതിസന്ധി വന്നാൽ മുക്കൂട്ട് മുന്നണിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് 3 ആള്, നിങ്ങൾക്കോ 310 ദൈവം അധിക. നോക്ക് എന്റെ പൊന്നു മുസൽമാനെ, എന്റെ മുന്നിലിരിക്കുന്നവരെ, അല്ലാഹു ഖുർആനിൽ പറയാൻ, തീർച്ചയായും അവിശ്വാസികളായിട്ടുണ്ട് നസാറാക്കൾ. എന്താ കാരണം? അല്ലാഹ് മൂവരിൽ ഒരുവനാണ് എന്ന് പറഞ്ഞു. അവരെന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മുക്കൂട്ട് ദൈവം. കാന്തപുരത്തിന്റെ മോൻ എത്ര ദൈവ? 313 ഇലാഹ്. ഒരു ക്രിസ്ത്യാനി ചോദിക്കണം, ഞങ്ങൾക്ക് 3 ഉള്ളൂ, നിങ്ങളെക്കാൾ ബെറ്റർ ഞങ്ങളാ, ഞങ്ങളെക്കാൾ 310 ഇലാഹ് നിങ്ങൾക്ക് അധികമുണ്ട്. ഇനി ആ ബദരീങ്ങളാകട്ടെ, ബദർ യുദ്ധത്തിൽ വന്നപ്പോൾ പടച്ചോനോടാണ് ഇസ്തിഹാസ നടത്തിയെന്ന് 8-ാം അധ്യായം 9-ൽ പറയുന്നു. ഇതെന്താണ് നിങ്ങൾ പിൻപറ്റാത്തത് എന്നൊരു ക്രിസ്ത്യാനി ചോദിച്ചാൽ അബ്ദുൽ ഹക്കീം അസ്സരി എന്ത് മറുപടി പറയും? സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനി വന്ന് ചോദിച്ചാൽ സമസ്തക്കാരെ നിങ്ങൾ എന്ത് മറുപടി പറയും? നിങ്ങൾക്ക് എന്ത് മറുപടി പറയാൻ? ഞങ്ങൾ 3 ദൈവത്തെ വിളിക്കുമ്പോൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ദൈവത്തെ വിളിക്കുമ്പോൾ 313 ബദരീങ്ങളെ വിളിക്കുന്ന നിങ്ങൾ ഞങ്ങളെക്കാൾ പിഴയല്ലെങ്കിൽ, ഈ 3 ആളെ വിളിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾ വലദ്ദാലീനായത്. ഈ 3 ആളെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ റബ്ബ് ഖുർആനിൽ ഞങ്ങൾ പിഴച്ചവരാണ് പറയുന്നത്. എങ്കിൽ 313 പേരെ വിളിച്ച നിങ്ങളെ ഇനിയൊരു വേദഗ്രന്ഥം ഇറങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും വിളിക്കുക എന്നൊരു ക്രിസ്ത്യാനി ചോദിച്ചാൽ ഉസ്താദ് കേരള യാത്രത്തും മിണ്ടാട്ടം മുട്ടിപ്പോകും. മനസ്സിലാവുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കണത്. ഇത് മനസ്സിലായിട്ടില്ലേ എന്റെ അടുത്ത് വന്ന് ചോദിക്കും, ഞാൻ ഇരുന്നേരം എത്ര വേണമെങ്കിലും. എനിക്ക് മനസ്സിലായതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. അതുകൊണ്ട് എന്റെ പൊന്നാര സുഹൃത്തുക്കളെ, നമ്മളിത് മനസ്സിലാക്കണം. പിന്നെ വാദം എന്താണ്? ഈ മരിച്ചവരോട് ചോദിക്കാൻ ഒരു വാദമുണ്ട്. ആ വാദത്തിന്റെ കടക്ക് കത്തിവെച്ചിരിക്കുന്നു ഹദീസ്. ആ വാദത്തിന്റെ കടക്ക് കത്തിവെച്ചിരിക്കുന്നു ഖുർആൻ. അപ്പൊ എന്ത് ചെയ്യും? മരിച്ചവർ കേൾക്കുമോ? മരിച്ചവർ കേൾക്കുമോ? മരിച്ചവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുമോ? ഉപദ്രവവും ഉപകാരവും അള്ളാന്റെ കയ്യിലാണെങ്കിൽ, അള്ളാന്റെ സഹായമില്ലാതെ വേറൊരാളുടെയും അള്ളാഹു പറയാണ് ഖുർആനിൽ 10-ാം അധ്യായം 107 സൂറത്ത് യൂനുസ്, അള്ളാഹു ഒരു ഉപദ്രവം നിനക്ക് ബാധിപ്പിച്ചാൽ അവനല്ലാതെ അതിനെ നീക്കാൻ ആരുമില്ല. അള്ളാഹു പറയാണ്, നിന്നെ സഹായിക്കാനും അവനല്ലാതെ, നിനക്കൊരു നന്മ ഉണ്ടാക്കി തരാനും അവനല്ലാതെ ഒരാൾക്ക് സാധ്യമല്ല. അവിടെയാണ് നമ്മൾ പറയുന്നത്, ഈ മഹാന്മാർക്കെല്ലാം കഴിയും, അള്ളാഹ്ക്ക് കഴിയുന്നതൊക്കെ കഴിയും എന്ന് പറയാണ്. അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് 2 സമസ്തയിൽ. അത് ജിബ്രി മുത്തുക്കോയ തങ്ങളാണെങ്കിലും ഖലീൽ തങ്ങളാണെങ്കിലും രണ്ടാളും അതിൽ വ്യത്യാസമില്ല. കസാരയുടെ വലുപ്പച്ചെറുപ്പത്തിലുള്ള വ്യത്യാസമല്ലാതെ. ചോദ്യങ്ങളെ, അവിടെയാണ് ഖുർആൻ പറയുന്ന, നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം,
ആ വചനം 46-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കാം. 4-5 വചനങ്ങൾ നിങ്ങൾ കേട്ടോളൂ. ومن أظلم ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم من دعائهم غافلون وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. രണ്ട് ഖുർആനിക വചനം 46-ാം അധ്യായം 4-5 വചനങ്ങൾ. അതിലെന്താ പറയുന്നത്? 5-ാമത്തെയും 6-ാമത്തെയും വചനം. അല്ലാഹുവിന് പുറമെ ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാത്തവരെ, എങ്ങനെ ലോകം അവസാനിക്കുന്നവരെ ഉത്തരം ചെയ്യാത്തവരെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിതെറ്റിയവൻ, എന്ത് വഴിതെറ്റിയവൻ, ഹിദായത്തിലായവൻ അല്ല, വഴിതെറ്റിയവൻ. വിളിച്ചാ ഉത്തരം കിട്ടുമെന്ന് സ്ഥാപിക്കാനാണല്ലോ ചെരുപ്പിന്റെ വാറും മറ്റേതും മറിച്ചതും ഒക്കെ മൊയ്ലിയന്മാര് പറയണേ. അവിടെ അല്ലാഹു പറയണെന്ന്, ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്തവരെ വിളിക്കുന്നു. ബിംബമല്ല, ബിംബമല്ല. ആളുകൾ കൃത്യമായി പറയാനെന്ത്? ഖിയാമത്ത് നാളിൽ ഇവരെ ഇബാദത്ത് ചെയ്തതിനെ അവർ നിഷേധിക്കുന്നു. അത് കരിങ്കല്ലല്ലോ, മനുഷ്യർ നിഷേധിക്കും, ഔലിയാക്കൾ നിഷേധിക്കും. മനസ്സിലായോ? ഇനി ഈ വിഷയത്തിൽ ഗൗരവമായി ഒന്നുകൂടി അറിയേണ്ട കാര്യമുണ്ട്. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫാത്തിർ ഖുർആനിലെ 35-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വചനം സാധാരണക്കാരെ അപാരമായി സ്വാധീനിക്കുന്ന ഒരു ഖുർആനിക വചനമാണ്. അതെന്താണ്? വമാ യസ്തവിൽ അഗ്മാ വൽ ബസീർ, അതുപോലെ വലൽ ദുലുമാതു വലൻ നൂർ വലൽ ദില്ലു വലൽ ഹറൂർ വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത് ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാഉ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഫത്താവയിലുള്ളതല്ല, അല്ലാഹുവിന്റെ ഖുർആനിലുള്ള. ജീവിതത്തിൽ ഒരു മുയിലിയാരും മരിക്കുന്നവരെ ഈ ആയത്ത് നിങ്ങൾക്ക് ഓതിത്തരില്ല. കാരണം അത് അവരുടെ നെഞ്ചത്തേക്കാണ്. എന്താണ് ആയത്ത്? അല്ലാഹു പറയാണ്, കണ്ണ് കാണുന്നവനും കാണാത്തവനും സമാവോ? കണ്ണ് കാണുന്നവനും കാണാത്തവനും സമാവോ? ഇല്ല എന്നല്ലേ നമുക്ക് പറയാനുള്ളത്. അടുത്ത ചോദ്യം, ഇരുട്ടും വെളിച്ചവും ഒരേപോലെയാണോ? അല്ലെന്നല്ലേ നമ്മൾ പറയുന്നത്? ആണ്. അടുത്ത ചോദ്യം കേട്ടോ, അല്ലാഹു ചോദിക്കട്ടോ, പടച്ചോനാ ചോദിക്കണേ, അങ്ങോട്ട് ദേഷ്യം പിടിക്കണ്ട. സമസ്തക്കാരെ, ഖബറു എസ്ഐകളെ, ഈ ഖബറില്ലെങ്കിൽ സമസ്തല്ല, സമസ്തല്ലേ ഖബറുമില്ല. ഏതുപോലെ ഞാൻ പണ്ട് ഒരു പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ദർഗോ സമസ്തോ സുഖിനോ ഭവന്തു. എന്താണ്? ദർഗോ സമസ്തോ സുഖിനോ ഭവന്തു. സമസ്തയില്ലെങ്കിൽ ദർഗക്ക് സുഖമില്ല, ദർഗയില്ലെങ്കിൽ സമസ്തക്കും സുഖമില്ല. പട്ടി കിടന്നു കൊടുത്താലും ദർഗ കെട്ടി പൊന്തിച്ചാൽ മതി, അവിടെ കുട്ടി ഉണ്ടാവും. മനസ്സിലായോ? ഇവിടെ അല്ലാഹ് അടുത്ത ചോദ്യം എന്താ അറിയോ? അടുത്ത ചോദ്യം, അള്ളാന്റെ ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം, നിഴല് തണല് വെയിലും സമമാകുമോ? ഇതൊക്കെ ചോദിച്ചാൽ നമ്മൾ ഉത്തരം എന്താ? ഇല്ല, ഇല്ല, ഇല്ല. കണ്ണാണെന്നവനും കാണാത്തവനും സമാവില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് അല്ലാഹ് ചോദിക്കുകയാണ്, ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും ഒരേപോലെ ആവുമോ? അപ്പൊ സമസ്ത മാത്രം പറയാണ് അതല്ല, അതൊരുപോലെ തന്നെ. മരിച്ചാൽ കണക്കാണ്, ജീവിച്ചാലും കണക്കാണ്. ഒരു വേള മരിച്ചാൽ ജീവിതത്തിനേക്കാൾ കൂടുതൽ കേൾവിയും കാഴ്ചയും കിട്ടുന്ന പറയുന്നത്. അല്ലാഹ് എന്നിട്ട് എന്താ പറയണേ? അതിന്റെ തൊട്ട് മൻഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല നബിയേ. അല്ലാഹ് ഉദ്ദേശിച്ചവരെ കേൾപ്പിക്കും, നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. മുത്ത് നബി പോലും വിളിച്ചാൽ ഖബറിലുള്ളവർ കേൾക്കില്ല, പിന്നല്ലേ മുത്ത് നബീന്റെ താഴെയുള്ളവർ വിളിക്കണേ? അല്ലാഹ് പറയാണ്, നീ ഒരു താക്കീതുകാരനാണ്, അല്ലാണ്ട് ഖബറിലുള്ള വിളിച്ച് കേൾപ്പിക്കാനുള്ള അത്ഭുതം സൃഷ്ടിക്കാനല്ല നിന്നെ അയച്ചത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ഖബറിലുള്ളവർ കേൾക്കുകയില്ല, നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് കൃത്യം. എന്തിനാണ് ഖബർ എന്ന് ഇവിടെ ഉപയോഗിച്ച്? ഖബർ പൂജകർ വരുന്നു എന്ന് റബ്ബിനറിയാം. റസൂൽ ഈ ലോകത്തോട് വിട പറയുമ്പോ ദുആ ചെയ്ത ദുആ എന്താണ്? അല്ലാഹുമ്മ അല്ലാഹുവേ ലാ തുജ്അൽ ഖബരി ഈദാ. ബിപി അങ്ങാടി ഉണ്ടാകരുതേ, പട്ടാമ്പി റൂസ് ഉണ്ടാകരുതേ, കൊണ്ടോട്ടി ഉണ്ടാകരുതേ, വിഴിഞ്ഞം റൂസ് ഉണ്ടാകരുതേ, 3 വെട്ടും മജാർ ഉണ്ടാകരുതേ, ഭീമ ഉമ്മിച്ച ഉണ്ടാകരുതേ, ഏർവാടിയും നാഗൂറും അജ്മീറും ഉണ്ടാകരുതേ ആണ് പ്രാർത്ഥന. അള്ളാഹുവിന്റെ റസൂൽ പറയാ, എന്റെ കബറിടത്തിൽ ഉറൂസ് നടക്കരുതേ. ശരിക്കും നബി സമസ്തക്കാരനാണെങ്കിൽ എന്തായിരിക്കും ദുആ ചെയ്യേണ്ടത്? കുറച്ചോണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഉറൂസ് മദീനയിലാകണേ, അങ്ങനല്ലേ പ്രാർത്ഥിക്കേണ്ടത്. നബി ജീവിക്കുന്ന കാലത്ത് ആന ഉണ്ടല്ലോ, അബ്രത്തും കൂട്ടരും കാബ് വിളിക്കാമെന്ന് ആനന്റെ പുറത്തല്ലേ ആണ്. അപ്പൊ അന്നുണ്ട് ആന എന്നുള്ള തന്നുണ്ടാണ്ട് ബി പി അങ്ങാടി ചവിട്ടിക്കുന്ന മാതിരി കഴിഞ്ഞ ടൈമിൽ അല്ലേ? ആനനെയും കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് വന്നേ മസ്ജിദ് നബവിയിൽ, നബിയുടെ ഖബർസ്ഥാനിൽ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കുറെ നേർച്ചന്റെ ബോർഡുകൾ, ഇന്ന നേർച്ച, ഇന്ന സ്ഥലത്ത് നേർച്ച, പാപ്പാന്റെ നേർച്ച, അപ്പാപ്പാന്റെ നേർച്ച, കുപ്പാപ്പാന്റെ നേർച്ച അറിഞ്ഞിട്ട്
നല്ലൊരു പേര് പോലും ഉണ്ടാവില്ല ഈ സാധനങ്ങൾക്ക്. ഒക്കെ പാപ്പ, ആനപ്പാപ്പ, ചന്തുപ്പാപ്പാൻ എന്നൊക്കെ പറയുന്ന കുറെ പാപ്പാമാര്. പാപ്പ ഒരു പേര് ചുടറോ നിങ്ങൾക്ക്? ഒരു നല്ല പേര് കേട്ട ചൊറുക്കും ചെന്തോളൂ. നിങ്ങൾ ഒരൊറ്റ ഔലിയാക്ക് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പേരുണ്ടോ? നിങ്ങൾ അവിടെ എങ്ങനെ ഉണ്ടോ? അബൂബക്കർ സിദ്ദീഖ് ഉപ്പാപ്പ നേർച്ച ഉണ്ടോ? ഉമർ ഖലീഫ ഉമർ ഉപ്പാപ്പ നേർച്ച, ഉസ്മാൻ ഉപ്പാപ്പാന്റെ നേർച്ച, അലിപ്പാപ്പാന്റെ നേർച്ച ഉണ്ടോ? എന്തല്ലാത്ത തലച്ചോറ് കൊടുത്ത് ആലോചിക്കും. എന്തല്ലാത്ത? നിങ്ങളുടെ മതം ഇസ്ലാമല്ല. ഞാൻ തീർത്തു പറയും, ലോകത്ത് ഇത്ര വൈകൃതമുള്ളൊരു മതം കാന്തപുരത്തിന്റെ മതമല്ലാതെ ആകാശത്തിന്റെ ചുട്ടുപാറില്ല. എന്റെ ക്ലിപ്പ് നിങ്ങൾ എങ്ങാനാട്ടാലും എനിക്ക് വിഷയമല്ല കേട്ടോ. ഞാൻ ചിലത് ഉറപ്പിച്ചിറങ്ങിയ മനുഷ്യനാണ്. എനിക്കിതൊരു വിഷയമല്ല. സുഖിപ്പിക്കാൻ ഞാനില്ല, എനിക്കിതിന് പറ്റില്ല. ഇങ്ങനൊരു മതം ലോകത്ത് പറയണ്ടോ? ഈ ജാതി മതം, ഇങ്ങനൊരു മതം. കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങണമെങ്കിൽ CM ഒരു മുന്നേ തൂങ്ങിയാലേ ഇറങ്ങൂ എന്ന് പറയുന്നേ മതം ഉണ്ടോ? ഓടിപ്പോകുന്ന ട്രെയിൻ മുമ്പിൽ നിൽക്കല ഔലിയാന്റെ പ്രത്യേകത ആണോ? അപകടം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തും പോയി നിൽക്കരുതെന്നാ. പിന്നെയാണ് ഓടി വരുന്ന ട്രെയിൻ മുമ്പിൽ ഔലിയ നിൽക്കുന്നത്. ഓ വലിയ കുഫറിലാണത്. ഈ പച്ച നുണയും പറഞ്ഞു നടക്കുക, ആളുകളെ പറ്റിക്കുക, ചതിക്കുക, വഞ്ചിക്കുക. ആ ദർഗക്ക് മഹത്തുണ്ടെന്ന് പറയാ. എന്നിട്ട് കൊണ്ടാ പാപ്പ, കുട്ടികളെ കൊണ്ടാ പാപ്പ, എത്ര നേരമായി പാപ്പ. ഇതൊക്കെ ഇവിടെ നടക്കണ പ്രാർത്ഥന. ഇവിടെ ക്ലിപ്പില്ലാത്തോണ്ടാ. ക്ലിപ്പിന്റെ മഴ പെയ്യും അല്ലല്ലാത്ത സെറ്റുകൾ ആരാധിക്കുന്ന. ഇനി നമുക്ക് ചിന്തിക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരുടെ ഹിസ്റ്ററി ചെറുതും വലുതുമായി പറഞ്ഞു തന്നിട്ട് ഒരിടത്ത് പോലും, ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് അദ്ദേഹത്തിന്റെ ഫത്വ മുഹീസുന്നയുടെ 38 ചോദിക്കുന്നുണ്ട്, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഇസ്തിഹാസമല്ല, തവസ്സുലിനല്ല, പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അപ്പൊ പറയുന്നതാണ് പേജ് 38, അനുവദനീയമാണ്. ഖുർആനിലും സുന്നത്തിലും തെളിവുണ്ട്. അല്ലാഹു ഖുർആനിൽ പറയുന്നത് എന്താണ്? ലാ ബുർഹാന ലഹു ബിഹി, തെളിവില്ല. പൊന്മള പറയുന്നതോ തെളിവുണ്ട്. അപ്പൊ അള്ളയാണോ എന്നാണ് പറഞ്ഞത്? പൊന്മള അബ്ദുൽ ഖാദർ ആണോ എന്നാണ് പറഞ്ഞത്? ചിന്തിക്കുക, നിങ്ങൾ ആലോചിക്കുക, കുറ്റപ്പെടുത്തൽ ആലോചിക്കുക. ഇന്ന് രാത്രി എങ്ങാനും മരിച്ചാൽ ഈമാനോടുകൂടി ആയിരിക്കോ ഞാൻ മരിക്കുന്നത് എന്ന് ചിന്തിക്കുക. കഷ്ടമാണ് ഈ ഉമ്മത്ത്. ഇനി നിങ്ങൾ ആലോചിച്ചോ, അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ടോ? കഴിവ് കൊടുത്തു എന്നുള്ള വിശ്വാസം സ്വീകാര്യമാണോ? ഈ ചോദ്യം മറക്കരുത്. ഔലിയാക്കൾക്ക്, മരണപ്പെട്ടു പോയ അമ്പിയാവുലിയാക്കൾക്ക് അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് സ്വയം പര്യാപ്തതയില്ല. അവർക്ക് എന്ത് കഴിവുണ്ടോ അത് അള്ളാഹ് കൊടുത്തതാണ് എന്ന വിശ്വാസം പെർഫെക്റ്റ് ആണോ? എങ്കിൽ അബൂജഹൽ എന്തിന് ബദറിൽ കൊല്ലപ്പെട്ടു? എന്റെ പ്രധാനമായ ചോദ്യങ്ങളിൽ ഒന്നതാണ്. അബൂജഹൽ ബദറിൽ കൊല്ലപ്പെട്ടത് സമസ്തയുടെ വിശ്വാസം ശരിയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് തെറ്റാ. നിങ്ങൾ ഇരിക്കുന്ന ആൾ വിചാരിക്കുന്നത് നിസ്സാരൊരു വിഷയത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ബദറിൽ അബൂജഹലിനെ നബി കൊന്നത് സമസ്തയുടെ അഖീദ ക്ലിയർ ആണെങ്കിൽ നബി ചെയ്തത് ഒരു മുവഹിദിനെ കൊല്ലുക ചെയ്ത്. നിങ്ങൾ വിചാരിച്ചോ ചെറിയ സംഗതിയാണ്? ബദറിൽ മക്കാ മുശ്രിക്കുകളെ കൊന്നില്ലേ? ആ കൊന്നതിനോളം വലിയ ക്രൂരത ലോക ചരിത്രത്തിൽ വേറെ ഉണ്ടാവോ? കാരണം അഖീദ ക്ലിയറായ ഒരു വർഗത്തെ കൊല്ലുന്നത് സമസ്തയുടെ വാദം ശരിയാണെങ്കിൽ. സമസ്ത വാദിക്കുന്നത് എന്താ? അള്ളാഹ് കൊടുത്ത കഴിവെന്ന് നിങ്ങൾ ചോദിക്കുന്നത്. അബൂജഹലോ അള്ളാഹ് കൊടുത്ത കഴിവെന്ന്? അള്ളാഹ് കൊടുത്ത ഒരിക്കൽ പോലും. എനിക്ക് അത്ഭുതം എന്ന് തരോ? കാന്തപുരസ്ഥാനോട് ചോദിക്കും, ലോകം നിയന്ത്രിക്കുന്ന ആരാണ്? CM അടൂരാണ് പറയുന്നത്. ഇതേ ചോദ്യം അബൂജഹലിനോട് നബി ചോദിച്ചു. ഖുർആനിലെ 10-ാം അധ്യായം 31-ാമത്തെ വചനം, വമൻ യുദബ്ബിറുൽ അംറ, ലോകത്തിന്റെ നിയന്ത്രണാധികാരം ആർക്കാണ്? അപ്പൊ അബൂജഹൽ പറയുന്നത്, വെറുതെ നമ്മൾ തമ്മിൽ സമയം പോക്കണ്ട, അള്ളേനെ നമുക്കറിയാം, നിനക്കും അറിയാം ഞങ്ങൾക്കും അറിയാം, ഞങ്ങൾ സമ്മതിക്കുന്നത് നീയും സമ്മതിക്കുന്നത്. ഫഖുൽ അഫലാ തത്തഖൂൻ, എന്നിട്ട് ഞങ്ങൾ തഖ്വല്ലാത്തത്? അബൂജഹലിനോട് ആരാ നിയന്ത്രിക്കുന്നത്? അള്ളയാണ്. ഒരെതിരെ ഇപ്പൊ ഇല്ല എന്ന് മാത്രമല്ല, ഹൃദയത്ത് തട്ടിയാണെന്ന് പറയുന്നത്. ഹൃദയത്ത് തട്ടിയാണ് അബൂജഹൽ പറയുന്നത്, അള്ളയാണ്. കാന്തപുരത്തിനോട് ചോദിച്ചാലോ CM അടൂരാണ്. ആരുടെ വിശ്വാസത്തിനാണ് പുലുക്കുത്ത്? ആരുടെ വിശ്വാസത്തിനാണ് ചീപ്പ് അവസ്ഥ ഉള്ളത്? ചിന്തിക്കും. അബൂജഹലിന്റെ വിശ്വാസം പോലും അള്ളാഹ് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അബൂന്റെ സ്വീകരിക്കുവോ? ചിന്തിക്കാൻ വേണ്ടി പറയുന്നത് സ്വീകരിക്കുവോ? അപ്പൊ ഖുർആൻ വെറുതെ പറയുന്ന കാര്യങ്ങളൊക്കെ കാര്യം നിയന്ത്രിക്കുന്ന ആരാണ്? എന്നിട്ട് അവര് ഹജ്ജിന് വരിക, അവർ ഉംറ നിർവഹിക്കുക. എങ്ങനെ? സഹീഹ് മുസ്ലിം കിതാബുൽ ഹജ്ജ്, അവരുടെ തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. പടച്ചോനെ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ വന്നു, നിനക്ക് പങ്കുകാരില്ല. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഇബ്നു അബ്ബാസ് പറയാണ്,
അവരിങ്ങനെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞു വരും. അപ്പൊ നബി ഒന്നും മിണ്ടൂല. അല്ലാഹ് നിനക്ക് പങ്കുകാരില്ല, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ വന്നു എന്നവർ പറയുമ്പോ നബി ഇടപെടില്ല. അടുത്ത വാചകം അവർ പറയുമ്പോൾ റസൂലുള്ള ഇടപെടുകയാണ്. ഇനി ഞാൻ ചോദിക്കുന്നത്, നബിയാണോ നമുക്കിടയിലെ പ്രശ്നം തീർപ്പ് കൽപ്പിക്കേണ്ട ഒരാൾ? സമസ്തക്കാരോട് എന്റെ ചോദ്യം, ആരെങ്കിലും ഇത് കേൾക്കണ്ടേ? മക്കളെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഈ നാട്ടിൽ നിങ്ങളെ എന്ത് മൊയ്ലിയാമാര് തടഞ്ഞാലും നിങ്ങൾ ഇതിനൊരു ഉത്തരം പറ. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു അമമലക. അബൂജഹൽ പറയാണ്, അല്ലാഹ് കൊടുത്ത കഴിവാ. അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ അല്ലാഹ് ഉടമപ്പെടുത്തിയതാണ്. അല്ലാഹ് കൊടുത്ത കഴിവിനല്ലാത്തൊരു കഴിവ് അവർക്കുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. എന്റെ ചോദ്യം ഇവിടെ വളരെ വ്യക്തമാണ്. അങ്ങനെ വിശ്വസിച്ചിരുന്ന അവരെ ബദറിൽ എന്തിനു കൊന്നു? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഇടപെടുകയാണ്. എന്താ ഇങ്ങനെ അറിയോ? വൈലക്കും ഫയഖൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും മതി മതി മതി, നിങ്ങൾക്ക് നാശം. ഏത് പറഞ്ഞാ നാശം? അല്ലാഹ് കൊടുത്ത കഴിവെന്നാ ഞങ്ങൾ തേടുന്നതെന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയല്ല, അത് നരകത്തിലേക്കുള്ള വഴിയാണ്, അത് നാശത്തിന്റെ വഴിയാണ്. ആ വാചകം നിങ്ങൾക്ക് ഒരിക്കലും ഉപകരിക്കില്ല. മതി മതി, അത് പറയണ്ട എന്ന് റസൂൽ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് റസൂൽ കാന്തപുരത്തിനെ കണ്ടാൽ ഈ വാചകം കാന്തപുരത്തിനോട് പറയുമോ? ഇല്ലേ? ചിന്തിക്കുന്നില്ലേ? ഒരു രക്ഷ എനിക്കില്ലട്ടോ. നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി ഞാൻ എത്ര ആക്ഷേപം കേൾക്കുന്നുണ്ടെന്ന് അറിയോ? ഓരോ പ്രസംഗം കഴിയുമ്പോൾ നാട്ടുകാർ ചിന്തിക്കണം എന്നുള്ള മോഹം കൊണ്ട് എന്നെ നേതാക്കന്മാർ ചീത്ത പറഞ്ഞാലും നിങ്ങൾക്ക് ചിന്തിപ്പിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനത്തെ ഓരോ കാര്യം പറയുന്നറിയോ? അത്രയും ആലോചിച്ചും ചിന്തിച്ചും തപസാചരിച്ചും രാത്രി ഉറങ്ങാതെയുമാണ് ഇവിടെ വന്നിട്ട് വിഷയം അവതരിപ്പിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് ഞാൻ ഇങ്ങനെ പറയുന്നതിനറിയോ? ഇത്ര ക്ലാരിറ്റി വരുത്തിയിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കി തരും ജനങ്ങളെ? അല്ലാഹ് കൊടുത്ത കഴിവെന്ന് ചോദിക്കാൻ പറഞ്ഞാൽ അത് ശിർക്കാണ് എന്ന് നബി പഠിപ്പിച്ചാൽ പിന്നെ അല്ലാഹ് കൊടുത്ത കഴിവെന്ന് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ അബൂജഹൽ അത് പറഞ്ഞുകൊണ്ടാണ് ശിർക്കിലായത്. അതുകൊണ്ടാണ് അബൂജഹൽ ബദറിൽ കൊല്ലപ്പെട്ടത്. കറക്റ്റാണ്. ആ നബി ചെയ്ത പ്രവൃത്തി അന്നത്തെ സാഹചര്യം അനുസരിച്ച് തൗഹീദിന്റെ ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ വന്നപ്പോൾ തടുത്തു. ആ തടുക്കലിൽ അവർ കൊല്ലപ്പെട്ടു. അബൂജഹലിന്റെ വിശ്വാസം ശരി. നിങ്ങൾക്കറിയോ ഈ രാജ്യത്തെ ഹൈന്ദവരുടെ വിശ്വാസം എന്താ? ഹിന്ദുധർമ്മ പരിചയം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായം 148 പേജിൽ പറയുന്നതറിയോ? ഒരു ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ പ്രപഞ്ചനാഥന് കഴിവ് കൊടുത്തിട്ടല്ലാതെ ഒരു ദേവിക്കും ദേവനും ഒരു പുല്ല് നീക്കാൻ പോലും കഴിയില്ല. ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകത്തിൽ കെ പരമേശ്വരൻ പിള്ള പറയുന്ന ഈ ഭാഗം നോക്കുങ്ങൾ. അബൂജഹൽ പറഞ്ഞ വാചക, ഒരു പുൽക്കൊടി നീക്കാൻ പോലും ഞങ്ങൾ വിളിക്കുന്ന ഔലിയാക്കൾക്ക് കഴിവില്ല. അല്ലാഹ് കഴിവ് കൊടുത്താലല്ലാതെ അവർക്ക് ആർക്കും സ്വയം കഴിവില്ല. ഹൈന്ദവ വിശ്വാസം അതാണ്, സമസ്തയുടെ വിശ്വാസം അതാണ്. ഇനി എന്റെ ചോദ്യം, അബൂജഹൽ ഈ വിശ്വാസം സ്വീകരിച്ചപ്പോൾ നരകത്ത് പോയി. ഇതേ വിശ്വാസം സ്വീകരിക്കുന്ന കാന്തപുര ഉസ്താദ് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുവോ? എന്റെ പൊന്നും മനുഷ്യരെ, നിങ്ങൾ ആലോചിക്ക്. ഹിന്ദുവിന്റെ കള്ളുകുടിയും ക്രിസ്ത്യന്റെ കള്ളുകുടിയും യുക്തിവാദിന്റെ കള്ളുകുടിയും മുസ്ലിമിന്റെ കള്ളുകുടിയും തെറ്റല്ലടോ. മുസ്ലിമിന്റെ കള്ളുകുടി സ്വീകാര്യം, ബാക്കിയുള്ളവർ അങ്ങനെ വരുമോ? അവന്റെ വിശ്വാസം തെറ്റും അത് നരകത്തിലേക്കുമാണെങ്കിൽ അതിനേക്കാൾ പിഴച്ച വിശ്വാസം പേറുന്നൊരുത്തം സ്വർഗത്ത് പോവോ? അതുകൊണ്ടാ പറഞ്ഞ ഒരു തുലാസിൽ നിങ്ങളുടെ അക്കീദയും അവരുടെ അക്കീദയും വെച്ചാൽ ബെറ്റർ അവരുടെ ആയിരുന്നു, എന്നാലും അവർ സ്വർഗത്ത് പോകില്ല. അപ്പൊ ഇങ്ങനെ തീരെ പോകില്ലാന്ന്. നിങ്ങൾ എന്താ പോകാത്തത്? ഈ വിശ്വാസങ്ങൾ ഒഴിവാക്കണം, എന്നിട്ട് മുഹമ്മദ് നബിയുടെ വിശ്വാസത്തിലേക്ക് മടങ്ങണം. മടങ്ങിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അതിന് അല്ലാഹു അവർക്ക് തൗഫീഖ് കൊടുക്കട്ടെ. ഈ യാത്ര നയിക്കുന്നവർക്ക് ഒരു ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിച്ചോ, കഴിവ് കൊടുത്തിട്ടില്ല എന്ന് അല്ലാഹ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്നവർക്ക് ഞാൻ കഴിവ് കൊടുത്തിട്ടില്ലെന്നും പടച്ചോൻ പറഞ്ഞാൽ മുജാഹിദ് ബാരിശ്ശേരി അത് സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ? എന്റെ നാഥൻ ഖുർആനിലൂടെ എന്നോട് പറയുന്നു അങ്ങനെ കഴിവ് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് വിശ്വസിക്കണം? കഴിവ് കൊടുത്തു എന്നോ കൊടുത്തില്ല എന്നോ? കഴിവ് കൊടുത്തിട്ടില്ല എന്ന് റബ്ബ് പറയാ. എവിടെയൊക്കെയാ പറയുന്നത്? 17-ാം അധ്യായം 56-57 വചനം. കഴിവ് കൊടുത്തിട്ടില്ല. ആ വചനം നമുക്ക് പരിശോധിക്കാം. കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫ ദുർരിയൻകും വലാ തഹ്വീല ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഖ്ദൂറ. അതിൽ പറയുന്നത് അറിയോ? വല്ലദീൻ അല്ലാഹ് പറയാണ്, കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂ ഫലാ യംലികൂന, അവർ ഉടമപ്പെടുത്തുന്നില്ല. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിക്കുന്ന മഹാന്മാരില്ലേ, ആ മഹാന്മാർക്ക് ഒരു കഴിവും ഇല്ല. എന്നാൽ നിങ്ങൾ ആ വിളിക്കുന്ന മഹാന്റെ അവസ്ഥ എന്താണെന്നറിയോ?
ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല. അവർ അല്ലാഹുവിലേക്ക് വസീല തേടുന്നവരാണ്. അവരുടെ കാര്യം തന്നെ അവർക്കറിയില്ല. അവർ തന്നെ റബ്ബിലേക്ക് വസീല തേടുകയും അള്ളാഹുവിന്റെ ശിക്ഷ ഭയപ്പെടുകയും അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നവരാ. പിന്നെയാണോ നിങ്ങൾ അവരെ വിളിക്കുന്നത്? അവരുടെ സ്ഥിതി തന്നെ ഇതാ. ഏതുപോലെ ഒരാളിങ്ങനെ ഓടി എങ്ങനെ പോകുന്നത്? ഞാൻ ബഷീറാജിന്റെ അടുത്ത് 5 ലക്ഷം രൂപ കടം വാങ്ങാൻ പോവുക. അപ്പൊ ആ മനുഷ്യൻ പറയാ, ബഷീറാജിന്റെ അടുത്ത് 5 ലക്ഷം 5000 രൂപ ഉണ്ടായിട്ട് ഇപ്പൊ ഞാൻ കൊടുത്തു വരിക. മനസ്സിലായോ? പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ ആരെയാ വിളിക്കണേ? വിളിക്കുന്ന ഒരു അവസ്ഥ എന്താണ്? ഓല കാര്യത്തിൽ തന്നെ എന്താക്കുന്നു വിചാരിച്ച് നിൽക്കുക. പിന്നെയാണോ ഒരു നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന വിചാരിക്കണേ? എന്നിട്ട് അള്ളാഹ് എന്താ പറയണേ? ഓർക്ക് കഴിവ് കൊടുത്ത്. വേറൊരു സ്ഥലത്തല്ല പറയുന്നല്ലോ, 34 അധ്യായത്തിന്റെ 22-ാമത്തെ വചനത്തിൽ പറയുന്നത് അറിയോ? അള്ളാഹ്ക്ക് പുറമെയുള്ളവരെ നിങ്ങൾ വിളിച്ചോ. ലാ യംലികൂന മിസ്കാല ദർറ, അണുമണിത്തൂക്കം കഴിവ് അവർക്ക് കൊടുത്തിട്ടില്ല. അണുമണിത്തൂക്കം കഴിവ് കൊടുത്തിട്ടില്ല. പറയൂ ഉസ്താദുമാരെ, ഈ ഖുർആനെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കും? നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കും? ഇനി ഈ പറഞ്ഞതിന്റെ പരിധിയിൽ ഔലിയാക്കൾ പെടൂല എന്നാണ് അള്ളാഹ് എന്താ നമ്മളോട് പറയുന്നത്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം നിങ്ങളെ നയിക്കുന്നു എന്നല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ പടച്ചോൻ എന്താ പറയുന്നത്? സാക്ഷാൽ ഔലിയാക്കൾ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വലിയകൾ, ആ വലിയകൾക്ക് ഇതിനൊക്കെ കഴിയും. ഈ ആയത്ത് പ്രകാരം നിങ്ങൾ എന്ത് വേണ്ട? വലിയകൾ കേൾക്കില്ല എന്ന് മനസ്സിലാക്കണ്ട എന്നൊരായത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയതാട്ടോ. ഞാൻ പരിശോധിച്ചു. സമസ്ത പറയുന്നത് ഞാൻ ഒരിക്കലും അന്ധമായി മുജാഹിദ് പ്രസ്ഥാനത്തെ സ്നേഹിച്ച ഒരാളെയല്ല. വല്ലാഹി ഒരു കാലത്തും എന്റെ പെണ്ണോട് പറഞ്ഞ ചങ്കിലെ ചോരുള്ള കാലത്തോളം ആദർശത്തെ അല്ലാതെ പ്രസ്ഥാന ഭ്രാന്തും മൂത്ത് നടക്കാൻ പാടില്ല എന്ന് ഞാൻ ഇന്ന് ഈ നിമിഷം വരെ അത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇബാദത്തുള്ള വിവാദം വന്നപ്പോൾ വിശ്വത്തിന്റെ കൂടെ ചേർന്ന് എന്തുകൊണ്ടാ വിശ്വത്തിൽ നിന്ന് നേതൃത്വത്തിലിരിക്കുന്ന പലരേക്കാൾ ആദ്യം ചാടിക്കറി ഇബാദത്തുള്ള അനുസരിച്ച് മാറിയെന്നാ ഞാൻ. അതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നേതാക്കന്മാരുണ്ടോ? അനുയായികളുണ്ടോ? എന്ത് കാരണം? സമുന്നതമായ നവോത്ഥാന പ്രസ്ഥാനം എന്ന വലിയൊരു പ്രസ്ഥാനം വിട്ടിട്ട് ഒരു വലിയ മരത്തിന് ഒറ്റച്ചാട്ട ഒരു കൊമ്പിലേക്ക്. കാരണം ആ കൊമ്പിലായിരുന്നു ആദർശമുള്ളത്. എന്നെ കൂടെ ഇനി ആ കൊമ്പിൽ ആദർശമല്ല എന്ന് തോന്നിയ 1 മിനിറ്റ് കാത്തുക്കും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. 1 സെക്കൻഡ് കാത്തുക്കില്ല. എന്ത് വിവാദങ്ങൾ ഉണ്ടാക്കി സ്വർഗത്തിലെത്തണം. അതിന് മാത്രം ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഒരു മിസ്കാലത്ത് അണുമണി തൂക്കം കഴിവൊന്നും കൊടുത്തിട്ടില്ല. അടുത്ത വാദം എന്നറിയോ? യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ അശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുക്കും വല്ലദീന തദ്ഊന മിൻ ദൂനി മാ യംലികൂന മിൻ കിത്മീർ. ഈത്തപ്പഴം തിന്നാത്ത ആരും ഉണ്ടാവില്ല. അറേബ്യക്കാർക്ക് മനസ്സിലാക്കാൻ അല്ലാഹ് പറഞ്ഞത് അറിയോ? എടോ, ഈത്തപ്പന കുരു, ആ കുരുവിന്റെ പാടല്ലേ, അതിന്റെ മുകളിലുള്ള ഒരു പാട, നിങ്ങൾ നഖം കൊണ്ട് ഇങ്ങനെ മാന്തിയ കിട്ടുന്ന വെളുത്ത ഒരു പാട, അതിനാണ് കിത്മീർ എന്ന് പറയാ. അതുവരെ നിങ്ങൾ വിളിക്കുന്ന ഒരു നബി, ഒരു വലിയ ഉടമപ്പെടുത്തിയിട്ടില്ല. അതായത് ഏറ്റവും അറേബ്യകൾക്ക് റബ്ബ് എത്ര കരുണാമയനാണ്. ആ റബ്ബ പറയും, നിങ്ങൾ സ്ഥിരം തിന്നുന്ന ഈത്തപ്പഴല്ലേ, അതിന്റെ കുരു എടുത്തിട്ട് അതിന്റെ മേലെ പാടല്ലേ, ആ നെയ്സ് ഒരു ബലമില്ലാത്ത ഒരു സാധനം, ആ പാടന്റെ അത്ര പോലും കഴിവ് മരിച്ച് കബറിൽ കിടക്കുന്നവർക്ക് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഇത്ര വ്യക്തമായി അള്ളാഹ് പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാൻ കേൾപ്പുള്ള ഒരാലിമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. എന്റെ അബ്ദുണ്ട്. ഓന്റെ ഇൽമ് സമസ്തയിലെ മുഴുവൻ പണ്ഡിതന്മാർ ഒന്നിച്ചു നിർത്തിയാലും ഓന്റെ ഇൽമിന്റെ അടുത്തെത്തൂല. അപ്പൊ നിങ്ങൾ ചോദിക്കുക, വല്ലാത്തൊരു അഹങ്കാരമായി പോയാലും ഉസ്താദേ. വല്ലാത്ത അഹങ്കാരല്ല, പച്ച സത്യം. എന്താ ഫലം? അതാണ് ഓന്റെ അറിവ്. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ആരാധനക്കാരൻ. എന്റെ മോൻ മൈദീശേനെ വിളിക്കൂല, എന്റെ മോൻ ശ്രീരാമെന്ന് വിളിക്കൂല, എന്റെ മോൻ യേശു ക്രിസ്തു എന്ന് വിളിക്കും. അല്ലാഹ് ഓന്റെ അറിവിനെ പറ്റി അള്ളാഹ് പറയാണ് സൂറത്ത് മുഹമ്മദിലെ 19 ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിവ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത്, എന്റെ ചെറിയ മോനില്ലേ, ആ മകന്റെ മുഴുവൻ അറിവും, ഈ മൂല്യമാരെ മുഴുവൻ അറിവും തട്ടിച്ചാൽ ഓന്റെ അറിവിന്റെ 7 അയലത്തെത്താൻ യോഗ്യതയുള്ള ഒരു സംശയം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾക്ക് റബ്ബിനറിയില്ല. റബ്ബിനറിയാത്ത ജീവിതത്തിൽ ഒന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. പടച്ചോൻ നമ്മൾ കാക്കട്ടെ. വിഷമമുണ്ട്, ഞാൻ എല്ലാവരോടും പറയാൻ ഖേദമുണ്ട്. ഈ ഉമ്മത്ത് എന്തുകൊണ്ട് എങ്ങനെ ആയിപ്പോയി? ഉത്സവത്തിന്റെ പിന്നാലെ, ഉറൂസിന്റെ പിന്നാലെ, സംഗീതത്തിന്റെ പിന്നാലെ നമുക്ക് എന്ത് പറ്റിപ്പോയി? ഇതാണോ അബൂബക്കർ സിദ്ദീഖ് നമ്മളെ പഠിപ്പിച്ച ദീൻ? ഇതാണോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി നമുക്ക് പകർന്നു തന്ന ദീൻ? ഇതാണോ അബൂ ഹനീഫത്തുൽ കൂഫി നമുക്ക് തന്ന ദീൻ? ആലോചിച്ചു നോക്ക്. ഇതല്ല ദീൻ. നിങ്ങൾ ആലോചിച്ച ഏതെങ്കിലും ഒരു നബി പ്രതിസന്ധിയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ റബ്ബിനോടല്ലാതെ ഒരൗലിയയോട് ചോദിച്ച ഒരവസരം ഉണ്ടായിട്ടുണ്ടോ? ചിന്തിക്ക്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ചിന്തിച്ചു നോക്കാൻ വേണ്ടി പറയാൻ നോക്കൂ. നിങ്ങൾ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന
എത്രയോ ഖുർആനിലുണ്ട്. ആദം നബിയുടെ പ്രാർത്ഥന, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. 7-ാം അധ്യായം 23. ആദം നബി ഒരു തെറ്റ് ചെയ്തു, ഹവ്വാ ബീവി ഒരു തെറ്റ് ചെയ്തു. രണ്ടുപേരും റബ്ബിനോട് പൊറുക്കലിനെ തേടി. റബ്ബനാ, നിങ്ങൾ കാലയഴിച്ചുണ്ടോ? 7-ാം അധ്യായം മാഷാ അല്ലാഹ് സൂറത്ത് അറാഫ് 55-ാമത്തെ വചനം. വചനം പറയുന്നതോ ഉദൂ റബ്ബക്കും തദർറുഅൻ വഖുഫിയ. ഉദൂ റബ്ബക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഉദൂ റബ്ബക്കും എന്നുള്ളിടത്ത് ആ റബ്ബിന്റെ സ്ഥാനത്ത് ജിബ്രീലിന്റെ പേരില്ലാത്ത എന്താ? മലക്കുകളുടെ പേരില്ലാത്ത എന്താ? അമ്പിയാക്കളുടെ പേരില്ലാത്ത എന്താ? ഔലിയാക്കളുടെ പേരില്ലാത്ത എന്താ എന്ന് പറഞ്ഞാൽ ഉദൂ റബ്ബക്കും എന്നുള്ളതിന് ആ റബ്ബിന്റെ സ്ഥാനത്ത് ഒരു വലിയ ഉദൂ മൈദീൻ ഷെയ്ഖ് അല്ല ഉദൂ സിഎം അടവൂലേ എന്തല്ലാത്ത ഞങ്ങളോട് എന്താ റബ്ബ് മാത്രമായത്? അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ് അല്ലാതെ. അതുകൊണ്ടാണ് ഉദൂ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, ഭയപ്പാടോടെ പ്രതീക്ഷയോടെ റബ്ബിനോട് ദുആ ചെയ്യ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി ഫലയസ്തജീബു ലീ വലിയുമിനൂ ബി ലഅല്ലഹും യർഷദൂൻ. സൂറത്ത് ബഖറ 186. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കുന്നു, നബിയെ പറ, എന്നോട് ദുആ ചെയ്യാൻ പറ, എന്നിൽ വിശ്വസിക്കാൻ പറ, എന്റെ കൽപ്പന, എന്റെ ആഹ്വാനം ചെവിക്കൊള്ളാൻ പറ. അല്ലാഹു പറയാണ് എന്നോട് ദുആ ചെയ്യാൻ അവരുടെ ജീവനാഡിയേക്കാളും അടുത്തവനാ. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. സൂറത്ത് ഖാഫ്. സഹോദരങ്ങളെ, സാന്ദർഭികമായി നമ്മുടെ ബി പി അങ്ങാടി തൊട്ടടുത്താണ് ദർഗയും ഒച്ചയും ബേളോള. അവിടെ നമുക്ക് കുറച്ച് സ്ഥലം, ഒരു 10-10.5 സെന്റ് സ്ഥലം കണ്ട് കിട്ടി. അവിടെ പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കും. അവിടെ നിന്നുള്ളൊരു സഹോദരൻ, അദ്ദേഹത്തിന്റെ സുഖമില്ലാത്ത മകനായിട്ട് എല്ലാ സദസ്സിലും പോകും. ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മുന്നിൽ കസേരയിലാണ്. മാഷാ അല്ലാഹ്, ബുദ്ധിപരമായി ഒരു പ്രശ്നമില്ലാത്ത, ശാരീരികമായി സാരമില്ല. ശരീരം മണ്ണോട് ചേരും, ബുദ്ധി മണ്ണോട് ചേരില്ല. അത് ആത്മാവോട് കൂടിയാണ്. അതുകൊണ്ട് അല്ലാഹു ആ കുട്ടിക്ക് ബർക്കത്ത് തരട്ടെ. ആ ബി പി അങ്ങാടിയിലെ നിങ്ങൾ മനസ്സറിഞ്ഞ് അവർക്കൊരു ഫണ്ട് ചോദിച്ച് മനസ്സിലാക്കി ആ സഹോദരൻ ഈ സദസ്സിലുണ്ട്, അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കണം. നമ്മുടെ തൊട്ടടുത്താണ്. ബി പി അങ്ങാടിയുടെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. ഷിർക്കും കുഫറും ഖുറാഫാത്തുമുള്ള ഒരു നാട്ടിലാണ് നമുക്കൊരു സെന്റർ. അദ്ദേഹം നിങ്ങളെ സമീപിക്കും, നിങ്ങൾ കൊടുക്കണം. ഞാൻ മറന്നു പോകും കുറച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ്. അപ്പൊ ആദം നബിയുടെ പ്രാർത്ഥന, നൂഹ് നബിയുടെ പ്രാർത്ഥനയോ റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. 71-ാം അധ്യായം 28-ാമത്തെ വചനം. റബ്ബിനോടാണ്, റബ്ബേ പുറത്തിരുന്നേ ഇർതഖബതു അലൽ ഖത്താനല്ല, നബിയേ പാപമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോട് അന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി എന്ന് പാടുന്ന ആളുകളുണ്ട്. പൊറുക്കലിനെ തേടേണ്ടത് റബ്ബിനോടാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. ഖുർആനിലെ 66-ാം അധ്യായം 8-ാമത്തെ വചനം. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹു പറയാണ്, നിങ്ങൾ അല്ലാഹുവോട് പൊറുക്കലിനെ തേട്, എല്ലാ പാപവും നിങ്ങൾ അല്ലാഹുവോട് ഏറ്റുപറ. അല്ലാഹുവോട് ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. സൂറത്ത് യൂസുഫ് 53-ാമത്തെ വചനം. സൂറത്ത് ആൽ ഇംറാൻ 135-ാമത്തെ വചനം. സൂറത്ത് തഹ്രീം 8-ാമത്തെ വചനം. അടുത്തത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. ഖാല റബ്ബി ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. സൂറത്ത് ബഖറ 126. പടച്ചോനെ, ഈ നാടിനെ നിർഭയത്വത്തിന്റെ നാടാണ്. ഇവിടെയുള്ള ആളുകൾക്ക് പഴവർഗ്ഗങ്ങൾ കിട്ടണം, ഉപജീവനം കിട്ടണം. സൂറത്ത് ബഖറ 126 റബ്ബിനോടാണ്. അടുത്തത് വൈദി യർഫ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്ത് വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ. ഞങ്ങളിൽ നിന്ന് റബ്ബേ നീ ഇത് സ്വീകരിക്കണേ. ഇങ്ങനെയല്ലാത്തൊരു പ്രാർത്ഥന റബ്ബന അല്ലാഹുമാന്നല്ലാതെ ഒരു മൊയ്തീൻ ഷെയ്ഖിനോട്, ഒരു മഹാനോട്, ഒരു അസ്ഹാബുൽ, ഞാൻ ചോദിക്കട്ടെ, നബി ഖുർആൻ ഓതി തന്ന അസ്ഹാബുൽ കൗഫ് ഉണ്ടല്ലോ, അവര് പോലും എന്താ പറഞ്ഞത്? നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്നത്തും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദുഅ മിൻ ദൂനിഹി ഇലാഹ ലഖദ് ഖുൽനാ ഇദൻ ശതത. അല്ലാഹുവിനോട് വിളിക്കുക എന്ന് പറഞ്ഞാൽ അന്യായമാണ്. ആ അന്യായം ചെയ്യാൻ ഞങ്ങളെ കിട്ടൂല എന്നാണ്. അല്ലല്ലാത്തോലെ വിളിക്കാൻ ഞങ്ങൾ കിട്ടുമല്ല. അതാണ് SSFിനെ പറ്റിയ തകരാറ്, അതാണ് SKSSFിനെ പറ്റിയ തകരാറ്, അതാണ് SYSന് പറ്റിയ തകരാറ്, അതാ ബാലവേദിക്ക് നിങ്ങൾക്ക് പറ്റിയ തകരാറ്, സമസ്തക്കാർക്ക് പറ്റിയ തകരാറ്. അസ്ഹാബുൽ കഹ്ഫ് പറയുന്ന അല്ലല്ലാത്ത ഒരാളെ ഞങ്ങൾ വിളിക്കൂല, അത് അന്യായമാണ്. അന്യായം ചെയ്യാൻ ആൺകുട്ടികളായ ഞങ്ങളെ കിട്ടൂല. ഞങ്ങളുടെ വിഷ്ടത്തിന്റെ യുവത്വം പറയുന്ന അതാ, അന്യായം ചെയ്യാൻ ഞങ്ങളെ കിട്ടൂല. 18-ാം അധ്യായം 13-14 വച നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ലല്ലാത്ത ഒരാളെ ഞങ്ങൾ വിളിക്കൂല, അന്യായം ഞങ്ങൾ ചെയ്യൂല എന്ന് കാന്തപുരത്തിന് സ്റ്റേജിൽ കയറി പറയാൻ പറ്റുമോ? കേരള യാത്രയിൽ അപ്പൊ നാട്ടുകാർ ഒഴിവാക്കൂലേ?
അള്ളാനെ മാത്രം വിളിക്കുന്ന ഇബ്ലീസിന്റെ വാദാണ് ആശിൻ നഈമി വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകത്തിൽ എഴുതി. അടുത്ത വാചകം റബ്ബനാ വബഅഥ ഫീഹിം റസൂല, പടച്ചോനെ. അതുപോലെ റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയ്യതിനാ, സൂറത്ത് ബഖറ 128 അള്ളാനോടാണ്, 129 അള്ളാനോടാണ്. സൂറത്ത് ഇബ്രാഹിമിലെ 35, 40 ആയത്തുകൾ എടുത്തു നോക്ക്, അവിടെയും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പടച്ചോനോടാണ്. സക്കരിയ നബി, എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. കുട്ടികളില്ലാതെ തലമുടി നിരബാധിച്ച് കത്തി, ഭാര്യ വന്ധ്യയാണ്, എന്നിട്ടും സക്കരിയ നബി എന്നിട്ട് അല്ലാഹു പറയാണ് ഇതിനാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. സക്കരിയ നബി പതുക്കെ രഹസ്യമായി റബ്ബിനെ വിളിച്ചു. കണ്ടോ? എന്നിട്ട് അടുത്ത വാചകം എന്താ അറിയോ? ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല റഅസു ശൈബ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ. റബ്ബിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ ഒട്ടും ദുഃഖിതനായിട്ടില്ല, എനിക്ക് നിരാശയില്ല. ഇതാണ് സലഫി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിൽ വന്നിട്ട് ഈ പുതിയ കടപ്പുറത്ത്, ഈ താനൂരിന്റെ പുതിയ കടപ്പുറത്ത് വന്ന് ഞങ്ങൾ പറയുന്നത് എന്താ അറിയോ? സക്കരിയ നബിയുടെ ആദർശ. സക്കരിയ നബി പറയുന്നത് എന്താ? റബ്ബിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ നിരാശരല്ല. നിരാശപ്പെട്ടാലല്ലേ വേറൊരാളെത്തുകൊണ്ട് നിങ്ങൾക്ക് നിരാശയുള്ളൂ. നിങ്ങൾക്ക് അള്ള തരുമെന്ന് ഒരു ഉറപ്പില്ല. നിങ്ങൾക്ക് പടച്ചൊല്ല വിശ്വാസമല്ല. കൗമേ, മാറി ചിന്തിച്ചോളി. നിങ്ങൾ മുജാഹിദായി പ്രഖ്യാപിക്കുന്നു വേണ്ട, ഈ ആശയം ഖുർആനിലുള്ള നിങ്ങൾ അതിനനുസരിച്ച് ജീവിച്ചോളി. ഇനി ഇത് 19-ാം അധ്യായത്തിലാണ്, 1 മുതൽ 5 വരെയുള്ള വചനമാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു, 3-ാം അധ്യായത്തിൽ മറിയം ബീവിന്റെ കറാമത്ത് കാണുകയാണ് സക്കരിയ നബി. അത്ഭുതമാണ്. ഒരു ബീവിയിലൂടെ അല്ലാഹു കറാമത്ത് പ്രവർത്തിക്കുന്ന കണ്ണുകൊണ്ട് കാണുകയാണ്. കണ്ടിട്ട് ചോദിക്കുകയാണ്, അന്നാലക്കി ഹാദാ, എവിടുന്നാ മറിയമേ? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതിന്റെ കഴിവാണെന്നല്ല. ഇവിടുത്തെ ബീവിമാരൊക്കെ പറയുന്നതാണ് ഓല കഴിവാണ്. പക്ഷെ മറിയം ബീവി പറയുന്നത് എന്റെ കഴിവേ അല്ല, എനിക്ക് റബ്ബ് തന്നതാണ്. അതുകൊണ്ടാണ് സക്കരിയ നബി എന്ത് ചെയ്ത്? ഹുനാലിക ദാ സക്കരിയ റബ്ബഹു, സക്കരിയ നബി അവിടെ വെച്ച് റബ്ബിനോട് തേടി. സക്കരിയ നബി സമസ്തക്കാരനാണെങ്കിലോ, ഹുനാലിക ദാ സക്കരിയ മറിയം, മറിയമിന്റെ കറാമത്ത് കണ്ട് മറിയം ബീവിയോട് തേടി. എന്തേ ഖുർആൻ അങ്ങനെ പറയാതിരുന്നത്? 3-ാം അധ്യായം 39-ാമത്തെ വചന. ഈ 39-ാമത്തെ വചനത്തിൽ എന്താ പറഞ്ഞേ? ഹുനാലിക ദാ സക്കരിയ, റബ്ബിനോട് സക്കരിയ നബി കുട്ടിനെ തേടി. അതെന്തായിരിക്കും? കറാമത്ത് കണ്ടിട്ടും സക്കരിയ നബി അള്ളഹാനോട് തേടി. കറാമത്ത് അള്ള കൊടുത്താണ്, അള്ളയാണ് അതിന്റെ ഉടമ. അതുകൊണ്ട് അള്ളഹാനോടാ ചോദിക്കേണ്ടത്. അതുകൊണ്ടല്ല ചോദിച്ചത് മറിയമ്മയോട് എന്ന് കിട്ടി. നിന്റെ കഴിവാണോ എന്ന് അറിയാൻ വേണ്ടിയ ചോദ്യം. മറിയമേ, ഇത് നിന്റെ കഴിവാണോ? മറിയം പറഞ്ഞു, അല്ല, എനിക്ക് റബ്ബ് തന്ന. അതുകൊണ്ട് കുട്ടികളില്ലാത്ത അദ്ദേഹം സീസൺ ഇല്ലാത്ത ഘട്ടത്തിൽ വിവിധങ്ങളായ ഫ്രൂട്ടുകളും ഭക്ഷണങ്ങളും മറിയം ബീവിക്ക് അള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭാര്യ വന്ധ്യയായാലും ഞാൻ എത്ര വാർദ്ധക്യത്തിലായാലും എൻ്റെ റബ്ബ് എനിക്ക് കുട്ടിനെ തരുമെന്ന് വിശ്വസിച്ച് ആ റബ്ബിനോട് തേടി യഹിയ നബിനെ കിട്ടി. ഇതാണ് ഖുർആനിലുള്ളത്. ഇനി എൻ്റെ വെല്ലുവിളി കാന്തപുര ഉസ്താദിനോടും ജിഫ്രി മുത്തുക്കോയ തങ്ങളോടും, ഇതിന് പകരമായി ഖുർആനിൽ നിന്ന് ഒരു മരിച്ചുപോയ നബിയെ വിളിച്ചിട്ട് ആ നബിയെ വിളിച്ചത് കാരണത്താൽ കുട്ടി കിട്ടി എന്ന് പറയുന്ന ഒരായത്ത് നിങ്ങൾ തെളിയിച്ചാൽ, നിങ്ങൾ പറയുന്ന എന്ത് വൃത്തികേടും ഞാൻ പബ്ലിക്കിൽ വന്ന് ചെയ്യും. നിങ്ങൾ പറയുന്ന ഒരായത്ത് അള്ളാഹിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മരിച്ചുപോയൊരു വലിയനെ വിളിച്ചിട്ട് ആ വലിയ കുട്ടി നൽകി എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസം ഒരു നബി വെച്ച് പുലർത്തിയതായി, ഒരു ഔലിയ വെച്ച് പുലർത്തിയതായി, ഒരു മുഅ്മിൻ വെച്ച് പുലർത്തിയതായി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? റബ്ബി ഔസീനി അൻ അശ്കുറ നിഅമതക ലതീന, ഒരു അള്ളാഹിനെ പേടിക്കുന്ന 40 വയസ്സുകാരന്റെ പ്രാർത്ഥന 46-ാം അധ്യായം 15 ഉദ്ധരിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞ എന്താ? റബ്ബേ, നീ എനിക്ക് പ്രചോദനം തരണേ. ഇബാദുർ റഹ്മാന്റെ ലക്ഷണം വിശദീകരിച്ചപ്പോൾ എന്താ പറഞ്ഞേ? റബ്ബന സിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഖുറാമാ ഇന്നഹാ സാഅത് മുസ്തഖറം മുഖാമാ. മുഴുവനും 65, 66, 25-ാം അധ്യായം ഇബാദുർ റഹ്മാൻ നരകത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് പടച്ചോനാണ്. വനജ്ജിഹി മിൻ ലല്ലാ ഫീഹാ മഖാലിഖുഹാ സുൽത്താന കുല്ലി വലിയ മുഹിദ്ദീനി. ലല്ലാ എന്ന നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ മൊയ്തീൻ ശൈഖേ. ഇതാണ് കാഫിറുകളുടെ സ്വഭാവം. കാഫിറുകളുടെ പച്ചക്കാഫിറിന്റെ സ്വഭാവം. നരകത്തിൽ നിന്ന് മൊയ്തീൻ ശൈഖേ നിങ്ങളെ രക്ഷപ്പെടുത്തണേ. അള്ളാഹു പറയുന്നത് എന്താണ്? ഇബാദുർ റഹ്മാന്റെ ലക്ഷണം എന്താ? അള്ളാന്റെ ഇഷ്ടദാസന്റെ ലക്ഷണം നരകത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് റബ്ബിനോട് തേടും. ഇബ്ലീസിന്റെ പാർട്ടിയോ മൊയ്തീൻ ശൈഖിനോട് രക്ഷ തേടും. അറിയണം, ഇവിടെ മൊയ്തീൻ ശൈഖ് കുറ്റക്കാരനല്ല. അദ്ദേഹത്തിന്റെ പേരിൽ കുത്തുബിയത്ത് എഴുതി വെച്ച ചെകുത്താൻ എഴുതിയ വരിയാണത്. വനജ്ജിഹി മിൻ ലല്ലാ, ലല്ലാ എന്ന നരകത്തിൽ നിന്ന് മൊയ്തീൻ ശൈഖയെ രക്ഷിക്കണേ. ഇബാദുർ റഹ്മാന്റെ ലക്ഷണം ഖുർആൻ പറഞ്ഞത് എന്താണ്? അള്ളഹാനോട് നരകത്തിൽ നിന്ന് രക്ഷ തേടി പ്രാർത്ഥിക്കണം. നമ്മൾ ഏത് സ്വീകരിക്കണം? ഇബ്ലീസിന്റെ പാളക്കിതാബിലെ വരി സ്വീകരിക്കണോ? റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖൈറുൽ കലാമി കലാമുള്ള സ്വീകരിക്കണോ? ചിന്തിക്ക മനുഷ്യരെ. ഇനി ഇതിൽ കൂടുതലൊന്നും പറയാം, എനിക്ക് കേൾപ്പില്ലടോ, സുഖല്ല. ആവുന്നത്ര പറഞ്ഞു നോക്കണ്ടേ ഞാൻ എല്ലാവരോടും. മനസ്സിലായവൻ രക്ഷപ്പെട്ട്, അല്ലാത്തവൻ കണ്ടം ക്ലിപ്പും കേട്ട് എന്നെ വിമർശിച്ച് ഇങ്ങനെ നടക്കും. അതിനേ യോഗമുള്ളൂ. കൂട്ടത്തിൽ ഉണ്ടായാലും പുറത്താണെങ്കിലും ആരായാലും ആ കണ്ടമുറി ശത്രുട്ട കണ്ടമുറി കേട്ടിട്ട് ആത്മമിത്രങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നവരുണ്ടല്ലോ, ഒരു സൂക്ഷിച്ചോളി, നിങ്ങൾക്ക് നല്ലതാണ്.
നിങ്ങൾക്ക് നല്ലതാണ്. ഇതൊന്നും ശരിയല്ല മനുഷ്യന്മാരെ. ശത്രു കട്ടിയും അറിയുന്ന വിവേകം പോലും ഇല്ലാത്തവർ അവർ നമ്മളെ വിമർശിക്കുക. എന്താ കണ്ടമുറിയിലുള്ളത്? കണ്ടമുറിയിൽ എനിക്കറിയില്ല, ഓനല്ലേ കണ്ടമുറിച്ച്, ഞാനാ കണ്ടമുറിച്ച്. ഞാൻ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ കേട്ട ആർക്കും ഒരു പ്രശ്നമില്ലാന്നേ, ഒരു ഫുള്ള് കേൾക്കുക. ശത്രു എവിടെങ്കിലും ഒരിത്തിരി ഇത്തിക്കും, എന്നിട്ട് അത് കേട്ടിട്ട് ഫോൺ വിളി, എന്താ അവിടെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇന്നെ വിളിച്ചാൽ പറയും പോയി പണിയൊക്കെടാ. ആരായാലും ഒരു പൂർണ്ണ ക്ലിപ്പ് പോലും കേൾക്കാൻ സന്മനസ് കാണിക്കാത്ത കോടതി വിചാരണ നടത്തുക. മഹാനായ യൂനുസ് നബിയുടെ പ്രാർത്ഥന, 5 ഇരുട്ടറകൾക്കുള്ളിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദുആ ജീവിതത്തിൽ നടത്തിയാൽ ഒരുവിധ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഉലമാക്കൾ നമ്മളെ പഠിപ്പിച്ച്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച്. യൂനുസ് നബി ആ 5 ഇരുട്ടറകൾക്കുള്ളിൽ വെച്ച് മത്സ്യത്തിന്റെ വായിൽ വെച്ച് പോലും റബ്ബിനെയാണ് വിളിക്കുന്നത്. ഓർക്കണം, പടച്ചവനെയാണ് വിളിക്കുന്നത്. നോക്കൂ നിങ്ങൾ, റബ്ബിക്കദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ. ഞാൻ അവസാനത്തിലേക്ക് വരികയാണ്. യൂസുഫ് നബിയുടെ പ്രാർത്ഥന 12-ാം അധ്യായം 101. ഭയങ്കരമായ ദുആ, ഭയങ്കരമായ ദുആ, എല്ലാം റബ്ബിനോടാണ്. ഇനി നിങ്ങൾ നോക്കൂ ശിർക്കിന്റെ ഗൗരവം എത്രയാണ്. ഇന്നഹു, ഇവിടെ അല്ലാഹു പറയും ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മുസീഹ് ഇബ്നു മറിയം. ആ വാചകം പറഞ്ഞിട്ട് 5-ാം അധ്യായം 72 പറയാം, വമൻ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അല്ലാഹുവിൽ പങ്കു ചേർത്താൽ സ്വർഗ്ഗം നിഷിദ്ധമാണ്, നരകത്തിലായിരിക്കും. അവനെ സഹായിക്കാൻ ഒരാളും തന്നെ ഉണ്ടാവുകയില്ല, ഒരാളും തന്നെ ഉണ്ടാവില്ല, ഒരാൾ. 2-ാമത്തെ വചനം സൂറത്ത് നിസായിലാണ്. സൂറത്ത് നിസായിൽ പറയുന്നത് എന്താ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും, സൂറത്ത് നിസായിലെ 48, സൂറത്ത് നിസായിലെ 116. 2 വിധേനയാണ് ആയത്തിന്റെ അവസാന ഭാഗം. അവിടെ പറയുന്നു വിദൂരമായ വഴികളിലായിരിക്കും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലഹബത്തൻ അമലു വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, താങ്കളെങ്ങാനും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ തീർച്ചയായും നബിയെ എല്ലാ അമലും പൊളിഞ്ഞു പോകും. സഹോദരങ്ങളെ, ഇത്ര ഗൗരവം എല്ലാ ഹജ്ജും, എല്ലാ നോമ്പും, എല്ലാ സക്കാത്തും, എല്ലാ സദഖയും, എന്ത് നന്മകൾ ചെയ്തെല്ലാം പാഴായി പോകും ശിർക്ക് ചെയ്താൽ. ഇത്രയും ഗൗരവമുള്ള കാര്യം ഈ സമൂഹം എത്ര ലാഘവത്തോടുകൂടിയാണ് ചർച്ച ചെയ്യുന്നത്. വേദനയുണ്ട്, ദുഃഖമുണ്ട്. എത്ര ലാഘവത്തോടുകൂടിയാണ് ചർച്ച ചെയ്യുന്നത് ഈ ശിർക്കിൽ നിന്ന്, കുഫറിൽ. നമ്മൾ നോക്കൂ, നമ്മുടെ ഈ നാട്ടിലൊരു ബീവി ഉണ്ട്. ആ ബീവിയുടെ മുൻകാലവും പിൻകാലവും ഒക്കെ പരിശോധിക്കും. തട്ടിപ്പാണ്. ജനങ്ങളുടെ ധനം എത്ര കോടികളാ സമ്പാദിക്കുന്നത്. ഇപ്പൊ വരാൻ പോകുന്ന 18-ാം തീയതി വാഴക്കാട്, അവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ട് പ്രസംഗിച്ചു. ഇനി അവിടെ എന്താ നൂറെ അജ്മീർ ഷെയ്ഖ് നിയന്ത്രിക്കുന്നു. ആ മൊയ്ലിയാരെ അജ്മീർ ഷെയ്ഖ് നിയന്ത്രിക്കുന്നു. അയാളിൽ നിന്ന് ദിവ്യ വഴിപാട് കിട്ടുന്നു. പച്ച നുണ. അള്ളാഹുവിന്റെ റസൂലിന് വഹി നൽകപ്പെട്ടതിന് ശേഷം പിന്നെ ആർക്കാണ് വഹി ഉണ്ടായത്? ആലോചിച്ചു. പച്ച നുണയും പറഞ്ഞ് പാവപ്പെട്ടവർ വഞ്ചിക്കുന്ന ഈ പുരോഹിതന്മാർ. നിങ്ങൾക്കറിയോ, മൽശറയിൽ ഒരു രംഗം വിവരിക്കുന്നുണ്ട്. ആ ഭാഗം വളരെ ഗൗരവമായി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا. ജനങ്ങളിൽ ചിലരുണ്ട് അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ ചില ഔലിയാക്കളെ സ്നേഹിക്കും. ഈ കൊട്ടപ്പുറം വാദപ്രതിവാദം നടന്നപ്പോൾ നിങ്ങളുടെ നാടിനടുത്തുള്ള ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും കാന്തപുരം മറുഭാഗത്ത് സ്റ്റേജിൽ ഏലമലയുടെ സലാം സുല്ലമി, അതുപോലെ നമ്മുടെ CP ഉമർ സുല്ലമി, ചെറിയമുണ്ടം, അതുപോലെയൊക്കെയുള്ള ആളുകൾ ഇരിക്കുന്ന സദസ്സ്. അവിടെ വെച്ച് ചെറിയമുണ്ടം തന്ത്രം ഉപയോഗിച്ചു. തന്ത്രം എന്താന്ന് പറഞ്ഞാൽ സമസ്തക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ മൊയ്തീൻ ഷെയ്ഖിന് കഴിവുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റേജ് ഒന്ന് പൊളിഞ്ഞോട്ടെ എന്ന്. ഉടനെ കാന്തപുരം അവിടെ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റേജ് പൊളിഞ്ഞോട്ടെ എന്ന്. അപ്പൊ ചെറിയമുണ്ട് എഴുന്നേറ്റ് പറഞ്ഞു, എന്റെ തന്ത്രം ഇവിടെ വിജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അള്ളാഹിനെ പോലെയാണ് മൊയ്തീൻ ഷെയ്ഖ്. നിങ്ങളുടെ റബ്ബിനെ തൊട്ടപ്പോ നിങ്ങൾ അള്ളാഹിനെ ചീത്ത പറഞ്ഞു. കാരണം ഖുർആൻ സൂറത്ത് അനാമിലെ 108 പറയുന്നുണ്ട്, നിങ്ങള് അവരുടെ ആരാധ്യന്മാരെ നിങ്ങൾ വിമർശിച്ചാൽ, തൊട്ടാൽ അവർക്ക് പൊള്ളും. ഇൽമില്ലാത്തവർ അള്ളാഹിനെ ചീത്ത പറയും. ഉണ്ടോ? കാന്തപുരം തീരെ ഇൽമില്ലാത്ത ആൾ, ലോകത്തെ ഏറ്റവും ഇൽമ കുറഞ്ഞൊരു മനുഷ്യനായിട്ട് എനിക്ക് അയാളെ പറ്റി തോന്നിയിട്ടുള്ളത്.
ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ മോൻ്റെ അത്ര പോലും ഇല്ലാത്ത ഒരാൾ, നിങ്ങൾക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും അള്ളാഹുവിന് തിരിയാത്തവൻ അറിവുണ്ട് എന്ന് പറയാൻ സമ്മതിക്കില്ല. അള്ളാഹ് സമ്മതിച്ചിട്ടില്ല. അള്ളാഹ് സമ്മതിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ. പടച്ച പറഞ്ഞിട്ടില്ല ഓൻ ലാലിമാണെന്ന് പറഞ്ഞു. ഓൻ ആലിമാണെന്നല്ല, ഓൻ ലാലിമാണ്. ഓൻ ലാലിമാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, മോനെ ഇന്ന ശിർക ദുൽമൻ, ശിർക്ക് ദുൽമ, ശിർക്കിന്റെ പ്രചാരകം ലാലിമ. അതിന് സംശയമുള്ളവരും പഠിച്ചു ചോദിക്കുക. ശിർക്കിന്റെ പ്രചാരകം ലാലിമ, ആലിമല്ല, ലാലിമ. ഫലം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുന്നത് അറിയോ? പടച്ചോനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഔലിയാക്കളുടെ പിന്നാലെ പോകും. അതുകൊണ്ടുള്ള ഔലിയാക്കളെ പറ്റി തന്നെയാണ് ഓരോ പിന്നാലെയാ പോവുക. എന്നിട്ട് അള്ള പറയുന്ന കാര്യം എന്താ? അശദ്ദു ഹുബ്ബല്ലിൽ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ല. യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹിനോടുള്ള സ്നേഹം കഠിനമായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. മുജാഹിദുകളുടെ ഏത് വ്യക്തിയുടെ പ്രസംഗം കേട്ടാലും പടച്ചോനാണ് അവരുടെ കഥാപാത്രം. ഏറ്റവും വലിയത് അവർക്ക് റബ്ബാണ്. ആ റബ്ബ് കഴിഞ്ഞിട്ടേ അവർക്ക് മറ്റെന്തുള്ളൂ. നിങ്ങൾക്കോ ഔലിയാക്കൾ കഴിഞ്ഞിട്ടേ മറ്റൊന്നുള്ളൂ. ഔലിയാക്കൾ മേലെ, അള്ള താഴെ. ഞാൻ വെറുതെ പറയല്ല, കാന്തപുരത്തോട് ചോദിച്ചിട്ടല്ലാതെ അള്ളാഹു തആല ഇനിയൊന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്ന വാചകത്തിൽ അള്ളയാണോ മേല, കാന്തപുരാണോ മേല? പറ. പകരാസനയുടെ മനസ്സിൽ അള്ളാഹിനേക്കാൾ വലുപ്പം കാന്തപുരം. കാരണം അള്ള സർവാധിനാഥനായ റബ്ബ്, മൂത്രയിക്കുന്ന കാഷ്ടിക്കുന്ന ദുർബലനായ കേരളത്തിലെ ഒരു ജില്ലയിൽ ജനിച്ചൊരു മനുഷ്യനോട് ചോദിച്ചിട്ടേ ചെയ്യൂന്ന് പറയണമെങ്കിൽ വേറൊരു ചങ്ങായി പ്രസംഗിക്കുന്നറിയോ? സീമടൂരിനെ കണ്ടാല് അള്ളാനെ പോലെ എന്ന് പറഞ്ഞിട്ട് പിന്നെ മുമ്പെടുത്തിട്ട് അള്ളാനെ പോലെ അല്ല, അല്ല തന്നെ ഒക്കെ നിഷേധിച്ചാൽ ഞാൻ ഇവിടെ ക്ലിപ്പിടും അടുത്തേക്ക്. അല്ല തന്നെയാണ്. അതാണ് നിങ്ങളുടെ പുരോഹിതന്മാരുടെ നാവിനോളം പൊഴുത്ത ഒരു നാവ്. ഇത്ര വൃത്തികെട്ട കുഫ്ർ ഫിറൗന്റെ നാവൊന്നും വന്നിട്ടില്ല എന്ന് ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഖുർആൻ വായിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലാക്കാത്തോല് നമ്മുടെ കുറ്റമല്ലാതെ ഞാനത് തീർത്തു പറയും. തീർത്തും ലോകത്ത് ഇത്ര കുഫർ പ്രചരിപ്പിക്കേണ്ട ഒരു കാലം കേരളത്തിലെ സമസ്ത പ്രചരിപ്പിച്ച പോലെ ഒരു കുഫർ ലോകത്തൊരു ശത്രുവും പ്രചരിപ്പിച്ചിട്ടില്ല. മനുഷ്യന്മാരെ, ഒന്നുകിൽ നിങ്ങൾക്ക് ഖുർആൻ മനസ്സിലാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരെ മനസ്സിലാണോ? ഇത് രണ്ടും മനസ്സിലാത്ത നമ്മുടെ കുറ്റമല്ല. അത്രമേൽ വലിയ കുഫറും ശിർക്കുമാണ് പറയുന്നത്. ഭീകരമാണ്. കഞ്ചാവ് കഴിക്കുന്ന ഔലിയ, കള്ളു കുടിക്കുന്ന ഔലിയ, പെണ്ണിനെ കാല് തടവിക്കുന്ന ഔലിയ ഒക്കെ മൊയ്ലിയമാര്, കാസർകോട്ടെ മൊയ്ലിയമാര് പ്രസംഗിക്കുന്നതാ. ഞാൻ ആ നാട്ടിലൊക്കെ ക്ലിപ്പിട്ടിട്ടുണ്ട്. അത് കമാ എന്നൊരു അക്ഷരം ഇന്ന് വരെ മിണ്ടിയിട്ടില്ല. അത്ര ഭീകരമായിട്ടാണ് നിൽക്കുന്നത്. അവിടെ അള്ള പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? ഈ നേതാക്കന്മാർ അനുയായികളെ വിട്ടുപോകും. ഇത് തബറ അല്ലദീന തുബിയു അന്നൊരു പറയുന്നത് എന്താ അറിയോ? അന്നൽ ഖുവ്വതലില്ലാഹി ജമീഅ. ഞങ്ങളുടെ ദുനിയാവിൽ ഓൽക്ക് കഴിവുണ്ട്, ഒരു കുട്ടികളെ തരും, രോഗം മാറ്റുന്നൊക്കെ നുണ പറഞ്ഞതാ. ഞങ്ങൾക്ക് ജീവിക്കും. നോക്ക്, ഖുർആനാ പറയുന്നത് സൂറത്ത് ബഖറയിൽ 165. എന്നിട്ട് കാന്തവർ ഉൾപ്പെടെയുള്ള ഉസ്താദുമാർ ഈ വിശ്വാസം കൊണ്ടാ പരലോകത്ത് വന്നെങ്കിൽ അവർ പറയും, എന്തു പറയും? അന്നൽ ഖുവ്വതലില്ലാഹി ജമീഅ, മുഴുവൻ കഴിവും ശക്തി റബ്ബിന. ദുനിയാവിൽ പല ഔലിയാക്കൾക്കും പല ദർഗയിലുണ്ട്. ആ ദർഗ കുറച്ചുകൂടി സ്ട്രോങ് ദർഗയാണ്, ഈ ദർഗ കുറച്ചുകൂടി ദുർബലാണെന്നൊക്കെ പറഞ്ഞല്ലോ. നുണയായിരുന്നു. എന്നിട്ട് അവർ പറയണെന്നറിയോ? ഞങ്ങളിതാ പോവേ അക്രമി ശിക്ഷ കാണുമ്പോ, ഏതാ അക്രമി? ഔലിയാക്കളുടെ കൂടെ ബീവിമാരുടെ കൂടെ ഓടി ജീവൻ തൊലച്ച മനുഷ്യന്മാര് പരലോകത്ത് ശിക്ഷ കാണുമ്പോ പടച്ചോനാണ് കഴിവ് എന്ന് പറഞ്ഞിട്ട് മുജാഹിദുകൾ പറഞ്ഞ തത്വം അവിടെ പ്രസംഗിക്കും. പരലോകത്ത് റബ്ബാ പറയുന്നത് സൂറത്ത് ബഖറ 165, 166, 167. എന്നിട്ട് അനുയായികൾ പിന്നെ പറയണെന്നറിയോ? പടച്ചോനെ, ഇവിടെ വെച്ച് ഇവര് ഞങ്ങളെ ചതിച്ചു. ഇപ്പതാ ഞങ്ങൾ കൈമുത്തിയോരും ചോറ് കൊടുത്തോലും പൈസ കൊടുത്തോലും കാറിൽ കൊണ്ടിടുന്ന ഉസ്താദുമാര് ഞങ്ങളോട് പറയണം, ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല. പടച്ചോനെ, ഓലക്ക മഹലിലെ കാലിയായ നാട്ടിലേക്ക് ഞങ്ങളൊന്ന് മടക്കി അയക്കോ റബ്ബേ. അവിടെ വെച്ച് ഇവരോട് ഞങ്ങൾ പറയും, ഞങ്ങൾക്കൊരു പരിചയമില്ല, അതിനൊരു ചാൻസ് തരുമോ റബ്ബേ. ഇത് അള്ള ഖുർആനിൽ വിവരിക്കുന്ന ഈ അവസ്ഥ മഹ്ശറയിൽ ഈ പുതിയ കടപ്പുറത്ത് ആളുകൾക്ക് വരരുത് എന്നതാണ്. ഇനി നിങ്ങൾ കേൾക്ക്. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسول وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل ربنا آتهم ضعفين من العذاب. ഇതൊക്കെ അള്ളാന്റെ ഖുർആനിലുള്ള നരകത്തിൽ മുഖം കുത്തി വീണുകൊണ്ട് പറയും, അള്ളാനെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പിന്നെന്താ വിലാപം എന്നറിയോ? വയലത്തൂർ സാദാത്യങ്ങളെയും ഖുർആനാ പറയുന്നത് തങ്ങന്മാരെയും മൊയ്ലിയന്മാരെയും സ്വീകരിച്ചത് കൊണ്ട് അവർ ഞങ്ങളെ വഴിതെറ്റിച്ച് കളഞ്ഞു. മൗലവിമാര് വഴിതെറ്റിച്ചൊന്നല്ല, സാദാത്യങ്ങൾ. നിങ്ങൾ പറയുന്ന വാചകം അത് ഞങ്ങൾ പറയാറില്ല. സാദാത്യങ്ങളെയും കുബറായിങ്ങളെയും അവരെ പിൻപറ്റിക്കൊണ്ട് അവർ ഞങ്ങളെ നരകത്തിലേക്ക് നയിച്ചു. എന്നിട്ട് അടുത്ത വാചകം എന്നറിയോ? പടച്ചോനെ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് സ്വർഗം കൊടുക്കുന്നല്ല, റബ്ബന ആതിം ദൈഫൈന മിനൽ അദാബ്, രണ്ടിരട്ടി ശിക്ഷ തലപ്പാവ് കെട്ടിയ മൊയ്ലിയമാർക്ക് കൊടുക്കണേ പടച്ചോനെ എന്ന് മഹ്ശറയിൽ വിലപിക്കുമെന്ന് റബ്ബാ പറയുന്നത്. ഇത് നിങ്ങളെ കേൾപ്പിച്ച് തന്ന എന്റെ ബാധ്യത അവിടെ തീർന്നു. ഈ ഖുർആനിക വചനം നമുക്ക് യാതൊരു മാറ്റം ഉണ്ടാക്കുന്നില്ലെങ്കിൽ, എന്നിട്ട് സൂറത്ത് മുൽക്കില് രാത്രി നമ്മൾ ഓതി 30 ആയത്ത് ഓതി കയ്യിലൂതന്റെ മുബദ്ദത്താനി അടക്കം ഓതി കയ്യിലൂതന്റെ ഈ ഖുർആനിൽ അള്ളാഹ് പറയാണ്, അല്ല ചങ്ങായിമാരെ, താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ?
അപ്പൊ അവര് പറയുന്നറിയാം, കാലു ബലാ ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് തൗഹീദൊക്കെ പറയാൻ ചിലർ വന്നിരുന്നു, തൗഹീദ് പറയാനൊക്കെ വന്നിരുന്നു, പക്ഷെ ഞങ്ങൾ കളവാക്കി. അങ്ങനൊന്നും ഖുർആനിലില്ല. ആ നിങ്ങളെ വകയാണ്, നിങ്ങളെ ദുർവ്യാഖ്യാനാണ്, കോട്ടിമാട്ടലാണ്, അത് നിങ്ങളെ വകയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഖാലു ലൗ കുന്നാ നസ്മഉ ഔ നാകിൽ മാ കുന്നാ ഫി അസ്ഹാബി സഗീർ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവിടെ വെച്ച് വിലപിക്കും. ദയവ് ചെയ്ത് ഞാൻ എൻ്റെ വിസ്തത്തോടും KNM-നോടും മടവൂരികളോടും ജമാഅത്തെ ഇസ്ലാമിയോടും എല്ലാവരോടും പറയാം, ഇപ്പൊ കാണിക്കുന്ന കാഴ്ചകളൊന്നും അല്ല കാഴ്ച. റബ്ബിദാ മലക്കുൽ മൗത്തിനെ വിട്ടിട്ട് തൊണ്ടക്കുഴിയിൽ റൂഹ് വരുമ്പോ ഹർ ഹർ നിറട്ട് പടച്ചോലേക്ക് മടങ്ങിപ്പോകുമ്പോ ആ ബേജാറുണ്ടല്ലോ. ഒരു നായിക അല്ലാഹു പിന്തിച്ചിടൂല കേട്ടോ, ഒരു നായിക റബ്ബ് പിന്തിച്ചിടൂല. സത്യമായും പറയും ജനങ്ങളെ, ഇനിയെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ ഒന്ന് പഠിച്ചുകൂടെ നമുക്ക്? ഈ കേട്ടുകേൾവിയുടെ പിന്നാലെ, ഉസ്താദുമാരുടെ പിന്നാലെ ഇങ്ങനെ പോയി സകലതും നഷ്ടപ്പെടുത്തുന്നതിന് പകരം ദയവ് ചെയ്ത് നിങ്ങൾക്കൊന്ന് ഖുർആൻ വായിച്ചുകൂടെ? നാളെ മഹ്ശറയിൽ അന്ധരായിട്ട് വരും. ഖുർആനിൽ പറയുന്നു, ആ ആയത്ത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ത്വാഹ 124 പറയാൻ, വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഗ്മാ. അന്ധരായിട്ട് പരലോകത്ത് വരും. ഖുർആൻ പഠിക്കാത്തവർ, അതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാത്തവർ, അതിന്റെ ആശയം ഉൾക്കൊള്ളാത്തവർ, അവരല്ലാന്റെ കോടതിയിൽ വരും കണ്ണ് കാണാത്തവരായിട്ട്. അവരല്ലാനോട് പറയുന്ന, റബ്ബേ 90 വയസ്സുള്ളപ്പോഴും ഞാൻ ചന്ദ്രിക വായിച്ചതും മാധ്യമം വായിച്ചതും നേർപ്പതും വായിച്ചതും പഠിച്ചോനെ കണ്ണടല്ലായി. എന്നിട്ട് റബ്ബേ നീ എന്നെ എന്താ ഇവിടെ അന്ധനാക്കി കൊണ്ടുവന്നത്? അപ്പൊ അല്ലാഹ് പറയും, എന്റെ ഖുർആൻ പഠിച്ചില്ല. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമാക്കുക. സഹോദര, നമുക്ക് വേണ്ടിയാണ് ഈ വേദഗ്രന്ഥം അയച്ചത്. ഈ വേദഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം. ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ. പറയൂ നബിയെ, ഞാൻ എൻ്റെ റബ്ബിനോട് അല്ലാതെ ദുആ ചെയ്യില്ല. അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദുആ ചെയ്യുന്ന ആളോട്, വലിയനോട്, എനിക്ക് മക്കയിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഞാൻ ഇബ്രാഹിം നബിയോട് ദുആ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ? കാന്തപുരത്തിന്റെ മോൻ പറഞ്ഞ പോലെ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നബി പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ അത് കുഫ്റല്ല സഹോദര. ആ കുഫ്ർ പറയാനാണോ അള്ളാഹു തലപ്പാവ് നൽകി? ആ കുഫ്ർ പറയാനാണോ വെള്ള തുണിയിട്ട് കിടക്കുന്നത്? ആ കുഫ്ർ പറയാനാണോ അറബി പഠിച്ചത്? ആ കുഫ്ർ പറയാനോ ഖുത്ബ നടത്തുന്നത്? ആ കുഫ്ർ പറയാനാണോ ഹിന്ദി ഭാഷ പഠിച്ചത്? ചിന്തിക്ക്. ഇനിയെങ്കിലും ഒന്ന് ആലോചിക്കും. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തന്റെ റബ്ബിനോട് ഇത്രമേൽ നന്ദി കെട്ട എന്തൊരവസ്ഥയാണ്. 100-ാം അധ്യായം 6-ാമത്തെ വചന. ഒരു കുതിരയുടെ നന്ദി പോലും നിങ്ങൾക്കില്ലേലോ? അള്ളാഹുവിന്റെ വായു ശ്വസിച്ച്, അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച്, എന്നിട്ട് അള്ളാഹ് പറയുന്നത് ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖൽ ലദീന മിൻ ദൂനി. എടോ, ഇതൊക്കെ പടച്ചോന്റെ സൃഷ്ടിയാ. ഒന്ന് ചൂണ്ടിക്കാണിച്ച്, അള്ളാഹ് അല്ലാത്ത വേറെ ആരെയും സൃഷ്ടിച്ച വല്ലതുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചതാ. അത് അള്ളാഹിന്റെ ചോദ്യമാണ്. 31-ാം അധ്യായം 10-11 വാചകം. ഒരുപാട് പറയേണ്ട വിഷയമാണ് ഇതൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നതാണ് ഇസ്ലാമിന്റെ കാതൽ. മനുഷ്യനെ സൃഷ്ടിച്ചത് റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ. അദ്ദുആ വൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ആരാധന. ആ പ്രാർത്ഥന സൃഷ്ടികളിൽ ആരോട് ചോദിച്ചാലും അത് ശിർക്കാണ്. അത് മലക്കായാലും ജിന്നായാലും അമ്പിയായാലും മൗലിയായാലും ആരോടാണെങ്കിലും. പിന്നെ ഞാൻ ഇടയ്ക്ക് ചോദിച്ചൊരു ചോദ്യം വലിയ ചോദ്യമാണ്. അള്ളാഹുവിനെ എന്താണ് നിങ്ങൾക്ക് തൃപ്തിപ്പെടാത്തത്? നൂഹ് നബി ചോദിച്ച ചോദ്യ. അള്ളാഹ്ക്ക് എന്താണോ നിങ്ങളൊരു വക്കാറത്ത് കൊടുക്കാത്തത്? നിങ്ങൾ എന്താണോ CM മടവൂരിന്റെ കൂടെ? നിങ്ങൾ എന്താണോ മൊയ്തീൻ ഷെയ്ഖിന്റെ കൂടെ? എന്താണോ നിങ്ങൾ റബ്ബിന്റെ കൂടെ ഇല്ലാത്തത്? നൂഹ് നബി ചോദിച്ച ചോദ്യ. അത് ഞങ്ങളോട് നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരില്ല, നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നത്. എന്താണോ റബ്ബിന് നിങ്ങളൊരു വക്കാറത്ത് കാണാത്തത്? എന്താണോ ഒരു 2 മിനിറ്റ് പോലും പകരാസനി റബ്ബിനെ കുറിച്ച് പറയാത്തത്? ചാരിയത്ത് വന്നിട്ട് ഞാൻ ചോദിച്ചു, അള്ളാഹിനെ പറ്റി 1 മിനിറ്റ് പ്രസംഗിച്ച പ്രസംഗം ഉണ്ടോ? അതിന് പകരാസനി പറഞ്ഞെന്നറിയാം, ഇല്ല ഇല്ല. റസൂലിനെ പറ്റി തന്നെ പ്രസംഗിച്ചാൽ സ്വർഗം കിട്ടും. മനസ്സിലായോ? അള്ളാഹിനെ പറ്റി 1 മിനിറ്റ് പ്രസംഗിക്കാത്ത എന്ത് നന്ദിയാണ് നമുക്ക് റബ്ബിനോട് പറയാനുള്ളത്? എല്ലാ നബിമാരും റബ്ബിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു, നമ്മളോ ദർഗയിലേക്ക് ക്ഷണിച്ചു. കഷ്ടമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.